कर्मण्ये वाधिकारस्ते ഹായ്, ഗുഡ് ഈവനിങ് ആൾ. പോസിന്റെ ഇന്നത്തെ ഈ സെഷനിലേക്ക് എല്ലാവരെയും നമുക്ക് സ്വാഗതം ചെയ്യാം. ഫേസ്ബുക്ക് ലൈവിലും ഈ സെഷനിൽ അല്ലാതെയും ഒക്കെ ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ വ്യക്തികൾക്കും സ്വാഗതം. എന്താണ് പോസ്? ഒരുപക്ഷെ കഴിഞ്ഞ സെഷൻസിലൊക്കെ പങ്കെടുത്ത ആൾക്കാർക്ക് പോസ് എന്താണെന്ന് അറിയാം.
ഒന്ന് പോസ് ചെയ്ത് ഒന്ന് പോസിൽ നിൽക്കാം എന്നുള്ളതല്ല. അതിനപ്പുറത്തേക്ക് പോസിബിലിറ്റി ആൻഡ് പോസിറ്റിവിറ്റിയാണ്. ജീവിതത്തിൽ നമ്മൾ പോസിറ്റീവ് ആയാൽ എത്രത്തോളം പോസിബിലിറ്റീസ് ജീവിതത്തിൽ ഉണ്ടാകും എന്ന് കാണിച്ചു തരാൻ വേണ്ടി മിഷൻ ബെറ്റർ ടുമോറോയുടെ ഒരു പ്ലാറ്റ്ഫോമാണിത്. കഴിഞ്ഞ കോവിഡ് കാലത്ത് തുടങ്ങിയ ഈ പ്ലാറ്റ്ഫോം ലോകമെമ്പാടും ഒട്ടനവധി ആൾക്കാർ കാണുന്നു, ഇതിനോട് ഇന്ററാക്ട് ചെയ്യുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇന്നത്തെ നമ്മളുടെ ഈ സെഷൻ നമ്മൾ ആരംഭിക്കുമ്പോൾ ഇന്നത്തെ നമ്മളുടെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ പ്ലഷർ ഓഫ് ഗിവിങ്. എന്താണ് കൊടുക്കലിന്റെ ആനന്ദം, കൊടുക്കലിന്റെ സന്തോഷം എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്യുകയാണ്. സന്തോഷമായാലും പണമായാലും സർവീസ് ആയാലും ജീവിതത്തിൽ കൊടുക്കൽ എന്നുള്ളത് എങ്ങനെയാകാം, എത്രത്തോളം ആകാം, കൊടുക്കുമ്പോൾ എന്ത് തിരിച്ചു പ്രതീക്ഷിക്കാം, അത് സർവീസിലായാലും ജീവിതത്തിലായാലും ഒക്കെ തന്നെ നമ്മളെ എങ്ങനെ ബാധിക്കും എന്നൊക്കെയുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ ചർച്ചാ വിഷയം. ഇന്നത്തെ നമ്മളുടെ ഈ സെഷനിൽ നമ്മൾക്ക് അതിഥികളായി എത്തുന്നത് ജീവിതത്തിൽ അവരുടെ കൊടുക്കലിലൂടെ ശ്രദ്ധ വാങ്ങിയിട്ടുള്ള, അല്ലെങ്കിൽ ജീവിതത്തിൽ സേവന പ്രവർത്തനത്തിലൂടെ കൃത്യമായ ചില ലാൻഡ്മാർക്സുകൾ ലൈഫിൽ ഉണ്ടാക്കിയ വ്യക്തികളാണ്. അതിൽ ആദ്യം ഞാൻ നിങ്ങളുടെ മുൻപിൽ പരിചയപ്പെടുത്തുന്നത് മലയാളിയായ നമ്മളുടെ പ്രിയപ്പെട്ട ഇൻഫോസിസിന്റെ കോ ഫൗണ്ടർ ശ്രീ ഷിബുലാൽ സാറിനെയാണ്. ഷിബുലാൽ സാർ മലയാളിയാണ് എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യം. നമുക്കറിയാം ഇൻഫോസിസിൽ ജോലി ചെയ്യുന്ന ഒരുപാട് പേരെ നമുക്ക് ചുറ്റുപാടും കാണാൻ കഴിയും. ഇൻഫോസിസ് ഒരു വലിയ സ്ഥാപനമാണ്. ലോകമെമ്പാടും ആൾക്കാർ ഉറ്റുനോക്കുന്ന ഈ സ്ഥാപനം സ്ഥാപിച്ച വ്യക്തികളിൽ വളരെ പ്രധാനിയായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ പറ്റി കൂടുതലൊന്നും പറയേണ്ടതില്ല. അദ്ദേഹം മലയാളിയാണ്. അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നു. അദ്ദേഹത്തെ ഞാൻ ആദ്യമായി പരിചയപ്പെടുത്തുന്നു. അടുത്തതായി നമുക്ക് പരിചയപ്പെടുത്തേണ്ടത് അദ്ദേഹത്തിനൊപ്പം തന്നെ നമ്മളുടെ ഈ സെഷനിൽ ഇന്ന് പങ്കെടുക്കുന്ന മറ്റൊരു വ്യക്തി ശ്രീ രാജമാണിക്യം IAS ആണ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ മലയാളികൾക്കറിയാം ഒരു ഭരണ സർവീസിൽ എത്രത്തോളം ശ്രദ്ധ നേടിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്നുള്ളത്. എറണാകുളത്ത് ജില്ലാ കളക്ടറായിരിക്കുന്ന കാലത്തും ഇപ്പോൾ ഫിഷറീസിന്റെ ചുമതല വഹിക്കുമ്പോഴും എല്ലാം തന്നെ അദ്ദേഹത്തിന്റെ സ്ഥാനത്തിന് അപ്പുറത്തേക്ക് നിന്നുകൊണ്ട് സമൂഹത്തിലേക്ക് ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കായി ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിട്ടുള്ള, അതിനുവേണ്ടി മനസ്സ് കാണിച്ചിട്ടുള്ള ശ്രീ രാജമാണിക്യം സാറിനെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഈ ടോക്കിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മളുടെ ടീം മെമ്പേഴ്സിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇന്നത്തെ ഈ സെഷൻ ഇന്നത്തെ ഈ സെഷൻ മോഡറേറ്റ് ചെയ്യുന്നത് MBTയുടെ CEO ശ്രീ മുഹമ്മദ് സൈഫാണ്. ഇന്നത്തെ ഈ സെഷൻ വേണ്ടുന്ന ക്വസ്റ്റ്യൻസ്, ബാക്കി സെഷൻസ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് ശ്രീ ആനന്ദ് ഹരിദാസ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ ഈ റിസർച്ച് ടീമിലുള്ള വ്യക്തികളെ നമുക്കൊന്ന് പരിചയപ്പെടുത്താം. ശ്രീ ഹരിദാസ് കെ, അദ്ദേഹം സദ്ഭാവന ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ തലപ്പത്തുള്ള വ്യക്തിയാണ്. ശ്രീ അമൃത് കുമാർ, കവിരാജ് നായർ, ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആയ ശ്രീ രഞ്ജിത്ത് വാര്യർ, വിജയ് ഭാസ്കർ, അതുപോലെ നിരഞ്ജന മേനോൻ, രോഹിത് ഫിലിപ്പ്, കൂടാതെ ഇതിന്റെ ടെക്നിക്കൽ ക്രിയേറ്റീവ് ടീമിൽ പെടുന്ന വ്യക്തികൾ ശ്രീ ഡാനിഷ് ആൻഡ് പ്രശാന്ത് എന്നിവരാണ്. ഇത്രയും വ്യക്തികളെ പരിചയപ്പെടുത്തുമ്പോഴും ഈ സെഷനിലേക്ക് കടക്കുമ്പോഴും ഇതിന് നമുക്ക് പ്രത്യേകമായി ഈ സെഷന് ആമുഖം പറയേണ്ടതായ ഒരു വ്യക്തിയുണ്ട്. ശ്രീ P. വിജയൻ IPS. ഒരുപക്ഷെ അദ്ദേഹത്തെ ഒരു പോലീസ് ഓഫീസർ എന്നതിലുപരി അദ്ദേഹം മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ട, മലയാളികൾക്ക് വളരെ സുപരിചിതനായ ഒരുപാട് പദ്ധതികൾ ഒരു പോലീസ് ഓഫീസറുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് സമൂഹത്തിലേക്ക് ആവിഷ്കരിച്ച് സമൂഹത്തിലേക്ക് സ്പ്രെഡ് ചെയ്ത് വളരെ സക്സസ് ആക്കിയ ഒരുപാട് പദ്ധതികൾ, പുണ്യം പൂങ്കാവനം മുതൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്സ് മുതൽ നന്മ മുതൽ, അങ്ങനെ അദ്ദേഹത്തിന്റെ അത്തരത്തിലുള്ള പ്രവർത്തനത്തിന്റെ ലിസ്റ്റ് നാം ഒന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അദ്ദേഹത്തിന്റെ മറ്റൊരു പദ്ധതിയാണ് മിഷൻ ബെറ്റർ ടുമോറോ. ഇതുകൊണ്ടെല്ലാം തന്നെ സാമൂഹ്യ നന്മ മാത്രം
Thank you, Govindankutti. Yeah. Thank you, respected Shibilal sir, and my dear friend Sri Rajamanikyam, and my team members. അതുപോലെ തന്നെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് ഞങ്ങളെ കഴിഞ്ഞ കുറെ നാളുകളായി പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ. നമ്മുടെ ഇന്നത്തെ 8ാമത്തെ പോസ്റ്റ് 2.0-യുടെ 8ാമത്തെ സീരീസിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഇപ്പോൾ ഇന്നത്തെ ഏറ്റവും നമ്മൾ എടുത്തിരിക്കുന്ന വിഷയം പ്ലഷർ ഓഫ് ഗിവിംഗ് ആണ്. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രിയ സഹോദരി സഹോദരന്മാരെല്ലാം ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ്. ആഘോഷങ്ങൾ എന്ന് പറയുമ്പോൾ അതിന്റെ ഹൃദയത്തിന്റെ അകത്തൊഴുക്കിക്കൊണ്ട് നമ്മളിലേക്ക് ഒതുങ്ങിക്കൊണ്ടുള്ള ഒരു ആഘോഷമാണല്ലോ കോവിഡ് കോവിഡ് എന്ന മഹാമാരിയുടെ ഈ കാലഘട്ടത്തിൽ നടക്കുന്നത്. ഒരുപക്ഷെ ആത്മപരിശോധനയ്ക്ക് ഒരുപാട് അവസരം കിട്ടിയിരിക്കുന്ന ഒരു കാലവുമാണ്. ദൈവം നമ്മളിൽ തന്നെയാണ്, അല്ലെങ്കിൽ നമ്മളിലുള്ള ദൈവത്തെയാണ് പുറത്തോട്ടെടുക്കേണ്ടത് എന്നുള്ള പരമമായ സത്യത്തെ ഒരു പക്ഷെ കൂടുതൽ അറിയാൻ പറ്റിയ ഒരു സമയമാണെന്ന് തോന്നുന്നു ഈ പറയുന്ന ഈ കോവിഡ് കാലഘട്ടം എന്ന് പറഞ്ഞു. പ്രവാചകനായ മുഹമ്മദ് നബി ഒരിക്കൽ പറയുന്നുണ്ടാണ്, അള്ളാഹു നോക്കുന്നത് നമ്മളുടെ രൂപത്തിലേക്കോ ശരീരത്തിലേക്കോ ഒന്നല്ല, മറിച്ച് നമ്മളുടെ ഹൃദയത്തിലേക്കാണ്. ഹൃദയത്തിൽ നന്മ ഒരുപാട് സൂക്ഷിച്ചിരിക്കുന്ന 2 വ്യക്തികളാണ് ഇന്ന് നന്മയുടെ കയ്യൊപ്പ് പകർത്തിയിരിക്കുന്ന 2 വ്യക്തികളാണ് ഇന്ന് നമ്മളുമായിട്ട് സംവദിക്കുന്നത്. ശിവലാൽ സാറിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ആലപ്പുഴയിലെ ഒരു പരിപാടിയിൽ അദ്ദേഹം നടത്തുന്ന കുട്ടികൾക്കായി നൽകുന്ന സ്കോളർഷിപ്പ് വിതരണത്തിലൂടെയാണ്. ആ സ്കോളർഷിപ്പ് വിതരണം എന്ന് പറയുന്നത് ഇവിടങ്ങളിൽ അവസാനിക്കാതെ ഇന്ത്യയിലെ നാനാഭാഗങ്ങളിലായിട്ട് നിരവധി കുട്ടികൾക്കായിട്ട് അദ്ദേഹം നടത്തുന്ന ഒരുപാട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എനിക്ക് എൻ്റെ സുഹൃത്ത് ശ്രീ അഭിലാഷ് വഴി പലപ്പോഴും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എന്നോട് പറയാറുണ്ട്. മറിച്ച് അതോടൊപ്പം തന്നെ ഞങ്ങളിവിടെ കോവിഡ് ബാധിച്ച് നമ്മളെല്ലാവരുടെയും പ്രശ്നത്തിലായിരുന്ന സമയത്ത് മാസ്കിനായിരുന്നാലും PP കിറ്റുകൾ കിട്ടുന്നതിനാൽ എന്തായിരുന്നാലും ഞങ്ങളെ പോലീസിലേക്ക് ഇത്തരം ഒരു ചിന്ത ആദ്യം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ആവശ്യം വരുമ്പോൾ നമ്മൾ വിളിക്കുന്ന ഒരു മാന്യദേവം എന്ന് പറഞ്ഞത് ശിവലാൽ സാറാണ്. അദ്ദേഹം അത് വളരെ കൈയഴിഞ്ഞിട്ട് തന്നെ ആ സാധനങ്ങൾ എത്തിച്ചേരുന്നു എന്നുള്ള അദ്ദേഹത്തെ കുറിച്ചിട്ട് അദ്ദേഹം ഒരിക്കൽ ഈ നമ്മുടെ ഇൻഫോസിസിന്റെ മറ്റൊരു ഫൗണ്ടർ ആയിരിക്കുന്ന നാരായണമൂർത്തി സാർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഞാൻ ഒരു പക്ഷേ കമ്മിറ്റ്മെന്റിന്റെയും പാഷനെയും കുറിച്ചിട്ട് ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിക്കണമെന്ന് പറഞ്ഞാൽ അത് ഞാൻ കാണിച്ചു കൊടുക്കുന്നത് ശിവലാൽ ആയിരിക്കും. അദ്ദേഹം ഒരിക്കല് PCS വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ജോലി തീരാനുണ്ടായിരിക്കെ, വെള്ളിയാഴ്ചയാണ്, ഏത് തീരാനുണ്ടായിരിക്കെ അത് ശിവലാൽ അതിൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ജോലി കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് ശ്രീ നാരായണമൂർത്തി അദ്ദേഹത്തിനോട് പറയണ്ടേ. നെക്സ്റ്റ് വെക്കേഷനൊക്കെ 2 ദിവസത്തെ അവധി കഴിഞ്ഞ് തിങ്കളാഴ്ച നാരായണമൂർത്തി വീണ്ടും ഓഫീസിൽ വന്ന സമയത്ത് അവിടെ അപ്പോഴും ഒരു കൈലി കൊടുത്തിട്ട് ഈ ശിവലാൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ചോദിച്ചു എന്താണ് ഇവിടെ എന്ന് ചോദിച്ചവൻ പറയുന്നുണ്ട്, അങ്ങനല്ല പറഞ്ഞത് എന്നോട് ഈ ജോലി കഴിഞ്ഞിട്ട് പോയാൽ മതി, ഈ ജോലി ഇന്ന് വൈകുന്നേരേ കഴിയുള്ളൂ, അത് കഴിഞ്ഞിട്ടേ ഞാൻ പോവുള്ളൂ. അതുകൊണ്ടായിരിക്കണം അദ്ദേഹം പറഞ്ഞത് ഈ കമ്മിറ്റ്മെന്റിന്റെയും പാഷന്റെയും കാര്യത്തിൽ ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിക്കണമെങ്കിൽ അത് ശ്രീ ശിവലാൽ ആയിരിക്കണം. പിന്നീട് ആ ഒരു പ്രവർത്തനത്തിൽ നിന്നായിരിക്കും ഇന്ന് കാണുന്ന ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹത്തിന് എത്താൻ പറ്റിയത്. ഒരുപക്ഷെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾക്ക് ഇത്തരം കഥകൾ ഒരുപാട് ഇൻസ്പയർ ചെയ്തേക്കാനും സാധ്യതയുണ്ട്. there are 3 types of people in the world എന്ന് വേണേൽ പറയാം. ഒന്ന് എപ്പോഴും ഇങ്ങോട്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ടേക്കേഴ്സ് എന്ന് പറയുന്നത്, അവരെപ്പോഴും എവിടെ പോയാലും, ഓഫീസിൽ പോയാലും, വീട്ടിൽ പോയാലും, നാട്ടിൽ പോയാലും, എവിടെ പോയാലും, സമൂഹത്തിൽ പോയാലും എനിക്ക് എന്ത് കിട്ടാനുണ്ട്, എനിക്ക് എന്ത് കിട്ടും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട്, മറ്റൊരു കൂട്ടരുണ്ട് എനിക്ക് എന്ത് നൽകാൻ പറ്റും എന്നുള്ള ചിന്തിച്ചുകൊണ്ട് മാത്രം ഇരിക്കുന്ന, അത് അവർക്ക് കിട്ടുന്ന ക്രെഡിറ്റ് ആയിരുന്നാലും, സ്നേഹമായിരുന്നാലും, പണമായിരുന്നാലും, എബിലിറ്റി ആയിരുന്നാലും മറ്റുള്ളവർക്ക് എങ്ങനെ കൊടുക്കാമെന്ന് നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു കൂട്ടരുണ്ട്. ഗിവ് ആൻഡ് ടേക്കിനെ മാച്ച് ചെയ്തു പോകുന്ന ആളുകൾ, കൊടുക്കലിനോടൊപ്പം തന്നെ എടുക്കുന്നതിന്റെ അത്രത്തെങ്കിലും കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നൽകുക എന്ന് പറയുന്നത് ഒരു ഔദാര്യമൊന്നുമല്ല. കാരണം ഇറ്റ്സ് ബേസിക്കലി എ വേ ഓഫ് ലൈഫ് എന്ന് പറയാൻ കാരണം നമ്മൾ അറിഞ്ഞോ അറിയാതെ എപ്പോഴും എന്തൊക്കെയോ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സ്വീകരിക്കുന്ന ഓക്സിജൻ, ഒരു 5 മിനിറ്റ് നേരത്തേക്ക് തുടർച്ചയായിട്ട് നമ്മൾ ഓക്സിജൻ ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടായിരിക്കില്ല. ഒരു 5 ദിവസം തുടർച്ചയായി നമ്മൾ വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ജീവിക്കില്ല. നമ്മൾ ഈ അനുഭവിക്കുന്ന, നമ്മൾ റോഡുകളായിരുന്നു നമ്മൾ ഈ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം പോലും
ഒരുപാട് ആളുകൾ ജീവത്യാഗം ചെയ്തിരിക്കുന്നു. ഒരുപാട് അമ്മമാരും മക്കളെ ഈ സ്വാതന്ത്ര്യത്തിന്റെ ബലിപീഠത്തിൽ കുരുതി കൊടുത്തുകൊണ്ടാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും തന്നെ നമുക്ക് ആരൊക്കെയോ തന്നിരിക്കുന്നതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നൽകുക എന്ന് പറഞ്ഞത് സ്വീകരിക്കുന്ന ഏതൊരായാലും ഒരു ഉത്തരവാദിത്തമാണ്. പക്ഷെ നൽകുക എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ഒരു അല്പം എഫേർട്ട് എടുത്ത് നമ്മളെ മനസ്സിനെ പഠിപ്പിച്ചിട്ടില്ല എങ്കിൽ ഇത്ര എടുക്കുന്നത് പോലെ കൊടുക്കാനുള്ള ഒരു മനസ്ഥിതി പലപ്പോഴും നമ്മൾ കാണാറില്ല. എടുക്കുന്നവർ യൂണിവേഴ്സൽ ആണെങ്കിൽ കൊടുക്കുന്നവർ അത്ര എല്ലാവരും ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏതൊരാൾക്കും ഒരു നൽകൽ, ഒരു ഗിവർ ആകാൻ പറ്റും. ഏതൊരാൾക്കും പറ്റും. അത് കുട്ടികളെന്നോ വലിയവരെന്നോ ചെറിയവരെന്നോ ഉള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ ഒന്നൊക്കെ ഉണ്ടായിരിക്കില്ല. പക്ഷെ അത് ഓരോരുത്തരുടെ കഴിവിനനുസരിച്ചിട്ടായിരിക്കും. നമ്മളിപ്പോ ഈ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകള് കുട്ടികളായിരിക്കുന്നവർ കഴിഞ്ഞ ഈ പ്രളയകാലത്ത് ഈ കോവിഡ് കാലഘട്ടത്തിൽ മറ്റുള്ളവരുമായി ചേർന്നിട്ട് 7 ലക്ഷത്തോളം പേര് ഭക്ഷണം കൊടുക്കുകയും 10,40,000 കുടുംബങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുകയും 3 ലക്ഷത്തോളം ബ്ലഡ് ഡോണേഴ്സിന്റെ ബാഗുകൾ സൃഷ്ടിച്ച് രക്തം കൊടുക്കുകയൊക്കെ ചെയ്യുന്ന, അവർക്ക് കിട്ടിയിരിക്കുന്ന വിഷുവിന് കിട്ടിയിരിക്കുന്ന കുട്ടിക്കൈനീട്ടം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുന്ന ഇത്തരത്തിലുള്ള കഥകൾ ഒരുപാട് കുട്ടികൾ തന്നെ സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഈ മദർ തെരേസയൊക്കെ പറഞ്ഞിരിക്കുന്നത് വലിയ കാര്യങ്ങൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നവരല്ല, പക്ഷെ ചെറിയ കാര്യങ്ങൾ വളരെ സ്നേഹത്തോട് കൂടിയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നു. അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ്, കൊടുക്കാൻ എന്ന് പറയുന്ന പ്രത്യേകിച്ച് സമയമൊന്നുമില്ല. കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ നമുക്ക് കൊടുക്കാം. അത് സ്നേഹമാകാം, നമ്മളെ കഴിവിന്റെ ഭാഗമാകാം, നമ്മളെ സമ്പത്തിന്റെ ഭാഗമാകാം. അല്പം കേൾക്കൽ എന്ന് പറയുന്നത് പോലും വലിയൊരു കൊടുക്കലാണ്. അതൊരു വലിയ സമാശ്വാസം പലർക്കും ഉണ്ടാകുന്നതിന് വലിയൊരു സമാശ്വാസം, പ്രത്യേകിച്ചും പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ പലർക്കും ഒരു വലിയ സുഖമായിരിക്കും എന്നുള്ളത് നമുക്കറിയാം. അതോടെ അതിന്റെയൊക്കെ ഒരു മാതൃകയിലാണ് ഇത്തരത്തിലുള്ള കൊടുക്കൽ എന്ന് പറയുന്ന എങ്ങനെ നമുക്ക് ആളുകളെ പ്രേരിപ്പിക്കാം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് എന്നുള്ള പദ്ധതി ഉണ്ടാക്കിയിരിക്കുന്നത്. അത് 10 വർഷമായി, ഇന്നേക്ക് 10ാമത്തെ വർഷത്തിലേക്ക് കടന്നിരിക്കുക. നാളെ മറ്റന്നാൾ അതിന്റെ 10ാമത്തെ വാർഷികം ആഘോഷിക്കും. ഇവിടെ നമ്മൾ 2 ലക്ഷത്തിൽ പരം കുട്ടികളെ പഠിപ്പിച്ചിരിക്കുന്നത് വി ലേൺ ടു സെർവ് എന്നുള്ള, മറ്റുള്ളവർക്ക് എങ്ങനെ സേവനം ചെയ്യാം നമുക്ക്. അതാണ് ഇന്ന് ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പ്രളയകാലത്തും മോക്കി കാലഘട്ടത്തിലും കോവിഡ് കാലഘട്ടത്തിലും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് നമ്മുടെ ഈ നന്മ ഫൗണ്ടേഷനെ കുറിച്ച് നേരത്തെ എന്റെ സുഹൃത്ത് ഗോവിന്ദൻകുട്ടി പറയണ്ടായി. അവിടെ ആളുകൾ 10-16 വർഷമായിട്ട് നമ്മൾ ആളുകൾ ഒത്തുചേർന്നുകൊണ്ടിരിക്കുന്നത് ഒരേ ഒരു കാരണം എന്താണ്, കമ്പാഷൻ, അല്ലെ കരുണ, എങ്ങനെ മറ്റുള്ളവരിലേക്ക് നമുക്ക് ഒരു നിർബാധം ഒഴുക്കാം എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ്. ഈ നമ്മൾ കഴിഞ്ഞ 3-4 വർഷമായി പ്രവർത്തിക്കുന്ന ഒരു മേഖലയുണ്ട്, ഹോപ്പ്. പലപ്പോഴും നമുക്ക് കാണുന്നത് ഈ പരീക്ഷകളിൽ തോൽക്കുകയോ സ്കൂളുകളിലേക്ക് പോകുന്നതിൽ പാതി വഴിയിൽ നിൽക്കുകയോ ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് എങ്ങനെ അവരുടെ ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാം, എങ്ങനെ അവരെ നമുക്ക് അവരുടെ ആത്മാഭിമാനത്തെ ഉയർത്തിപ്പിടിക്കാൻ പറ്റും എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഹോപ്പ് എന്നുള്ള ഒരു പദ്ധതി രൂപം കൊണ്ടൊന്നും പ്രവർത്തിച്ചത്. കഴിഞ്ഞ ഈ ഒരു അക്കാഡമിക് ഇയറിൽ തന്നെ 465 കുട്ടികൾ പലതവണ പരാജയപ്പെട്ട് സമൂഹവും മറ്റും അവരെ തിരസ്കരിച്ചിരിക്കുന്ന കുട്ടികളെ കണ്ടെത്തി ഉന്നതമായ വിജയം നേടിക്കൊടുക്കാൻ അവർക്ക് പറ്റിയെന്നുള്ളത് ഈ ഹോപ്പ് പ്രവർത്തകർക്ക് ഏറെ അഭിമാനിക്കാവുന്നു. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, ഇതൊരു ചെറിയൊരു സംഖ്യ മാത്രമാണ്. ഇന്ത്യയിൽ 47 മില്യൺ കുട്ടികൾ 10ാം ക്ലാസ് വരെ എത്താതെ ജീവിതത്തിലേക്ക്, അവരുടെ ഈ തീവ്രമായ ജീവിതത്തിലേക്ക് പോകേണ്ടുന്ന ഒരവസ്ഥയുണ്ട്. അത്തരം കുട്ടികൾക്കൊക്കെ എങ്ങനെ നമ്മൾ അറിവിന്റെ ഒരു ഭാഗം ഷെയർ ചെയ്ത് കൊടുക്കാമെന്നുള്ളത് എല്ലാവരും ചിന്തിച്ചു നോക്കാവുന്നതാണ്. ഇവിടെ ഈ നേരത്തെ നമ്മളിപ്പോ ഈ പ്രോഗ്രാം നടത്തുന്നത് തന്നെ മിഷൻ ബെറ്റർ ടുമാറോ എന്നുള്ള ഒരു പദ്ധതിയുടെ നേതൃത്വം. മിഷൻ ബെറ്റർ ടുമാറോ ചിന്തിക്കുന്നത് എങ്ങനെ നമുക്ക് ഒരു നല്ല നാളെയെ നമുക്ക് സൃഷ്ടിക്കാം. അത് നമ്മളുടെ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട്, നമ്മുടെ പുഴകളെയും നദികളെയും ഒക്കെ സംരക്ഷിച്ചുകൊണ്ട്, നമ്മളെ കാടുകളും മലകളും കാത്തു സൂക്ഷിച്ചുകൊണ്ട്, നമ്മളെ ഈ വായുവിന്റെ പരിശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ട്, നമ്മളെ തലമുറയെ എങ്ങനെ അവർക്ക് ഒരു ഒരു പ്രൊഡക്റ്റീവായ, ഒരു പോസിറ്റീവായിരിക്കുന്ന, ഒരു പീസ്ഫുൾ ആയിരിക്കുന്ന ഒരു സൊസൈറ്റി നമുക്ക് സൃഷ്ടിക്കാമെന്നുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ കോവിഡ് പീരീഡിൽ പോസ് എന്നുള്ള പോസിറ്റിവിറ്റിയെയും പോസിബിലിറ്റിയെയും പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു സംരംഭം നമ്മളിവിടെ തുടങ്ങിയിരിക്കുന്നത്. അതിൽ നമ്മളുടെ ശിവലാൽ സാറിനോടൊപ്പം തന്നെ എൻ്റെ പ്രിയ സുഹൃത്തായിരിക്കുന്ന രാജമാണിക്യം, അദ്ദേഹം പലപ്പോഴും തന്നെ ലീവ് എടുത്ത് പോകുന്നത് എവിടെയെങ്കിലും സ്ഥലത്തുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലായിരിക്കും. അത്തരത്തിലുള്ള ഒരു 2 മഹനീയ വ്യക്തികൾ, ഒരു നന്മയുടെ കയ്യൊപ്പ് പ്രകൃതി നമുക്ക് നൽകിയിരിക്കുന്ന 2 വ്യക്തികളാണ് നമ്മളോട് ഇന്ററാക്ട് ചെയ്യുന്നത്. പക്ഷേ ഈ നൽകുക എന്ന് പറയുന്ന ഒരു സത്പ്രവർത്തി, ഒരു സത് ചിന്തയെ നമുക്ക് കൂടുതൽ കരുത്തുറ്റതാക്കാൻ ഇവരുടെയുമായിട്ടുള്ള ഇന്ററാക്ഷൻ സാധ്യമാകും എന്ന് ഞാൻ കരുതുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ കരുതേണ്ടത്, നൽകണമെങ്കിൽ നമ്മുടെ കയ്യിൽ വല്ലതും വേണം. ഇവർ 2 പേരും അച്ചീവ് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് അവർക്ക് നേടാൻ പറ്റുന്നത്. നിങ്ങൾ യങ്സ്റ്റേഴ്സ് ആയിരിക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.
എങ്ങനെ നമുക്ക് കൂടുതൽ നല്ല രീതിയിൽ നേടുകയും അത് കൂടുതൽ കൂടുതൽ സമൂഹത്തിൽ തിരിച്ചു കൊടുക്കുക എന്നുള്ളത്. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ടു മീ. താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. വളരെ കൃത്യമായിട്ട് നമ്മുടെ ഇന്നത്തെ വിഷയം ജനങ്ങളിലേക്ക് എന്താണ് എന്ന് പരിചയപ്പെടുത്തി തന്നതിന്. നമുക്ക് ഒരുപാട് സമയം ഇനി കളയാനില്ല. നമ്മൾ ഏറ്റവും മഹത് വ്യക്തികളായിട്ടുള്ള ഗസ്റ്റ് ഇവിടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ലോകം ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മൾ ആരംഭിച്ച ഈ പോസ് എന്ന സംരംഭം ജനഹൃദയങ്ങളെ കീഴടക്കിക്കൊണ്ട് ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ ബലിപെരുന്നാൾ ദിനത്തില് സാർ അതിനെപ്പറ്റി പറഞ്ഞു, ഏറ്റവും അനുഗ്രഹീതമായിട്ടുള്ള ഒരു സെഷനിലാണ് നമ്മളുള്ളത്. കാരണം നമുക്ക് ഏറ്റവും എന്താ പറയാ, ഏറ്റവും നമ്മളെല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന രണ്ട് മഹത് വ്യക്തിത്വങ്ങളാണ് ശുഭ്ലാൽ സാറും അതുപോലെ തന്നെ രാജമാണിക്യം സാറും. അപ്പൊ നമുക്ക് അവരുടെ ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ MBT ടീം ഈ രണ്ട് ചേഞ്ച് മേക്കേഴ്സിനെ കുറിച്ച് ചെറിയൊരു വീഡിയോ തയ്യാറാക്കിയിട്ടുണ്ട്. 1 മിനിറ്റോളം വരുന്ന വീഡിയോ. നമുക്ക് അതൊന്ന് കണ്ടിട്ട് നമ്മുടെ ചർച്ചയിലേക്ക് വരാം. താങ്ക് യു. വളരെ മനോഹരമായിട്ടുള്ള വീഡിയോയിലൂടെ തന്നെ നമ്മുടെ രണ്ട് ഗസ്റ്റുകളുടെയും അവരുടെ ഒരു ജീവിത യാത്രയുടെ മനോഹരമായിട്ടുള്ള ഒരു ചിത്രമാണ് വരച്ച് കാട്ടിയിട്ടുള്ളത്. നമുക്ക് ഈ ചർച്ചയിലേക്ക് കടക്കാം. ഓഡിയൻസിന്റെ ശ്രദ്ധക്ക് നമുക്ക് വളരെ സെലക്ടഡ് ആയിട്ടുള്ള കുറച്ച്
ആളുകളാണ്, നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകളാണ് നമ്മുടെ സൂമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആയിരക്കണക്കിന് ആളുകളാണ് നമ്മുടെ ഫേസ്ബുക്ക് പേജിലും ഒക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. 100-300ഓളം പേജുകളിൽ ഇത് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഒരുപക്ഷെ ഈ ചർച്ചയുടെ അവസാനത്തേക്ക് നമുക്ക് കഴിയുന്നത്ര ചോദ്യങ്ങൾ കൂടി നമുക്ക് എടുക്കേണ്ടതുണ്ട് നമ്മുടെ സ്പീക്കേഴ്സുമായിട്ട് സംവദിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ കാണുന്ന ആളുകൾ കമന്റ് ആയിട്ട് ഇടാം, സൂമിൽ കാണുന്ന ആളുകൾക്ക് നമ്മുടെ ചാറ്റ് ബോക്സിൽ ചോദ്യങ്ങൾ ഇടാം. ഒട്ടും സമയം വൈകണ്ട, നമുക്ക് നമ്മുടെ ചർച്ചയിലേക്ക് കടക്കാം. എനിക്ക് തോന്നുന്നു നമുക്ക് ഷിബുലാൽ സാറിന്റെ അടുത്ത് നിന്ന് തുടങ്ങാം. സാറിനോട് ആദ്യമായിട്ട് ചോദിക്കാനുള്ളത്, ഉയർന്ന പരിശീലനം മുഖമുദ്രയായിട്ടുള്ള വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു മേഖലയിലാണ് സാറിന്റെ കരിയർ ആരംഭിച്ചത്. പക്ഷെ സാറിന്റെ സാമൂഹിക ഇടപെടൽ സാർ ആരംഭിച്ചിട്ടുള്ളത് കുട്ടികളിൽ നിന്നാണ്. സാർ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വിശദീകരിക്കാമോ? കാരണം നമ്മുടെ രാജ്യത്തിന്റെ സവിശേഷമായിട്ടുള്ള ഈ ജനസംഖ്യാശാസ്ത്രം അല്ലെങ്കിൽ ഈ ഡെമോഗ്രാഫിക് യുണീക്നെസ്, അതാണോ സാറിനെ കുട്ടികളിൽ നിന്ന് സാറിന്റെ പ്രവർത്തനങ്ങൾ, സാമൂഹിക പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിന് സാറിനെ പ്രചോദിപ്പിച്ചിട്ടുള്ളത്? ഒന്ന് വിശദീകരിക്കാമോ സാർ? So, good evening, everyone. It's a great pleasure for me to be here. Thank you very much for inviting me to this wonderful event. I have mentioned this many times before. India is in many ways a country of contradiction. If you look at any field, if you look at education, for example, we produce 1 million engineers every year, but we have millions of children who are not in school. If you look at healthcare, 70% of the doctors are in urban areas and 70% of the population is in the rural areas. So when we started our journey, me and Kumari, when we started this journey in 1999, we had to make a choice. We have to make a choice on which area to focus on, which field to focus on, because focus is extremely important if you want to create an impact. Once we thought about it, it was very clear to us that the education probably is the best field for us to act on. There are many reasons. Number one, if you look at our own life, myself and Kumari's life, we got where we got because of education. Without education, there was no way we would have achieved what we achieved in our life. In fact, an interesting piece of information, Kumari was the first girl to go to college from her village to Ernakulam for her education. So when we looked at our own life, we realized that education has made enormous amount of difference in our life. Education is I think in my mind, education probably is the most or the biggest leveler which you can provide. It creates some social mobility, it creates social capital, it not only transforms one's life, it also transforms the entire generation of people. Because once somebody gets educated and moves on to a higher quality of life, then the rest, everybody after that probably will remain or continue to go up in that quality of life. Of course, in India, education is again a matter of contradiction, because we have, if you look at school enrollment ratios, we have about 70% of our children going to school. That is our gross enrollment rate is 70% in school. But when you go to college, it drops down to almost 25%. In fact, I just looked at the new education policy which just came out, where they are aiming for 100% enrollment in school and 35% enrollment, gross enrollment ratio in higher education by 2035. So we have a huge issue here, right? While the school education has become universal, the drop from school education to college education or the higher education is almost 50%. So when we decided to do this in 1999, it became very clear to us that education is the field in which we should work. And we chose higher education as our first field of activity. That is how the Vidyadhan Scholarship was started in 1999. It started out as a very small initiative in 99, and then today it operates in about 10 states. Thousands of children have gone through the program and completed it. And actually, Kumari runs the program personally.
So she travels to almost all of these states every year in summer. In fact, this year it has not started. In fact, this year we are trying to figure out how to conduct our interviews and tests. But all the previous years, she would travel to all these states personally, meet students, and select the right set of students for this program. So over the years, we have been taking approximately 1,000 or 1,200 children every year, and they will remain with the program for almost 7 years. So to answer the question, actually, we chose education. I think that was a good decision to make. It did allow us to connect with, a wide set of people. In fact, as I said, we operate in so many states, and it did allow us to get a sense of what really happens on the ground across India. താങ്ക് യു സർ. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് സാർ നമ്മളോട് ഷെയർ ചെയ്തത്. തുടക്കം തന്നെ സാർ പറഞ്ഞ ഇന്ത്യ ഇറ്റ്സ് എ ലാൻഡ് ഓഫ് കോൺട്രഡിക്ഷൻസ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ്ങിലൂടെ ഈ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇടപെടേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് സാർ പറഞ്ഞത്. സാർ ഒരു റിക്വസ്റ്റ് പറഞ്ഞോട്ടെ, സാർ ഇടയ്ക്കൊന്ന് മലയാളം കൂടി ചേർത്ത് പറയുകയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. കാരണം ഒരുപാട് മലയാളം മാത്രം അറിയുന്ന കുറച്ച് ആളുകൾ കൂടി ഞങ്ങളോട് കൂടെ ഉണ്ട്. ഇല്ല, മലയാളത്തിലേക്ക് ഞാൻ പറയാം. സാധാരണ ഈ ഒഫീഷ്യൽ സ്പീക്കിംഗ് ഇംഗ്ലീഷ് ആയതുകൊണ്ട് അങ്ങനെ വരുന്നത്, മലയാളത്തിൽ പറയാം. നോ ഇഷ്യൂ സാർ. സാർ ബുദ്ധിമുട്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഇല്ല. ഓക്കെ സാർ. അപ്പൊ നമുക്ക് സാറിന്റെ അടുത്തേക്ക് തിരിച്ചു വരാം. രാജമാണിക്യൻ സാർ കൂടി നമ്മളെ അടുത്തുണ്ട്. രാജമാണിക്യൻ സാറിന്റെ അടുത്ത് ആദ്യമായിട്ട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, സാർ ഈ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ വിവിധ പൊസിഷനിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്, വിവിധ മേഖലകളിൽ ഇടപെട്ടിട്ടുള്ള ആളാണ്. പലപ്പോഴും സമാന തസ്തികകളിൽ വർക്ക് ചെയ്യുന്ന പലരും പൊതുജനങ്ങളിൽ നിന്ന് ഒരു നിശ്ചിത അളവിൽ ഒരു അകലം പാലിക്കുന്നതായിട്ട് പലപ്പോഴും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പക്ഷെ സാറ് പൊതുജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഇത്തരം ഒരു പ്രവർത്തന ശൈലി സാറ് സ്വാഭാവികമായിട്ട് സംഭവിച്ചു പോയതാണോ അതോ സാറ് മനഃപൂർവ്വം തന്നെ തെരഞ്ഞെടുത്താണോ എന്നൊന്ന് വിശദീകരിക്കാമോ സാർ? ആദ്യമായിട്ട് എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട വിജയൻ സാർ ആൻഡ് സിബുലാൽ സാർ, ഇൻഫാക്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വേദിയിൽ സംസാരിക്കാനായിട്ട്. റീസൺ എന്ന് വെച്ചാൽ വിജയൻ സാർ ഞങ്ങളുടെ ഗുരുനാഥനാണ്. കമ്പയർ ടു വിജയൻ സാർ വി ആർ ആൾ നത്തിങ്. മേ ബി നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന വലിയ ഒരു വ്യക്തിത്വമാണ്. സെയിം ഇസ് ദ കേസ് വിത്ത് സിബുലാൽ സാർ. അവരോട് കൂടി എനിക്ക് ഒരു പ്ലാറ്റ്ഫോം കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. ആൻഡ് താങ്ക്സ് ഫോർ ദ എൻറ്റയർ ടീം. അതായത് ഈ സിവിൽ സർവീസിനെ സംബന്ധിച്ചിടത്തോളം ജനറലി ഇത് കലോണിയൽ സർവീസ് അല്ലേ. അതുകൊണ്ട് പണ്ടത്തെ ഓഫീസേഴ്സ് എന്ന് പറയുന്നത് ജനങ്ങളിലിരുന്ന് അകன்று നിൽക്കാനുള്ളതാണ് അവരുടെ ശൈലി ആയിരുന്നു. ഇപ്പോഴും കുറച്ച് ആൾക്കാർ അതിന്റെ കലോണിയൽ ലെഗസി ഫോളോ ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ഇറ്റ്സ് എ ഇൻഡിവിജ്വൽ ചോയ്സ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നാച്ചുറൽ ചോയ്സ് എന്നാണ് എനിക്ക് പറയാൻ പറ്റും. വേറെ ഒന്നും കൊണ്ടല്ല. ബിക്കോസ് ഒരു മനുഷ്യനും ജനിക്കുന്ന അല്ലെങ്കിൽ വളരുന്ന സാഹചര്യം അനുസരിച്ചായിരിക്കും അവന്റെ മറ്റേ റെസ്റ്റ് പാർട്ട് ഓഫ് ദ ലൈഫ് എന്ന് പറയുന്നത്. ഞാൻ ജനിച്ചു വളർന്നത് വളരെ ഹമ്പിൾ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിലെയും ഇതിലെയും ആയിരുന്നു. ചെറുപ്പം തൊട്ട് തന്നെ ഇങ്ങനെ ജനങ്ങളോടും എല്ലാവരോടും ഒരുമിച്ച് കൂടി വളരെ കൂട്ടമായിട്ട് ജീവിച്ച ഒരു കൂട്ടത്തിലുള്ള ആളായിരുന്നു ഞാൻ. എന്നുവെച്ചാൽ എന്റെ ചെറുപ്പത്തിൽ ഞാൻ ജനിച്ച വീട് ഇപ്പൊ ഞാനുള്ള റൂമിനേക്കാളും ചെറുതായിരുന്നു. അപ്പോ ആകെ കുറച്ച് വളരുമ്പോൾ നമുക്ക് ആകെ വീട്ടിലേക്ക് പോകാൻ പറ്റുന്നത് ചിലപ്പോ കിടക്കാനായിരിക്കും. ഇച്ചിരി ഒരു 10 വയസ്സൊക്കെ ആകുമ്പോൾ അതിനും പറ്റത്തില്ല. എനിക്ക് 2 ചേച്ചിമാരും ഉണ്ട്. അപ്പൊ വീട്ടിലെ സ്ഥലമില്ലാതെ കൊണ്ട് ഈ പഠിക്കുന്നതിലിരുന്ന് ഭക്ഷണം കളിക്കുന്നതിലിരുന്ന് ഈവൻ കളിക്കുന്നതിലിരുന്ന് എല്ലാം ഒരുമിച്ച് തെരുവിലെയായിരുന്നു എല്ലാം നമ്മളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ ജനങ്ങളോടും ഒരുമിച്ച് അങ്ങനെ ജനങ്ങളോട് വളർന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇപ്പോഴും സർവീസിലേക്ക് കയറുന്നത് തന്നെ അങ്ങനെ എനിക്ക് എന്തെങ്കിലും എന്റെ സമൂഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരുപാട് ആഗ്രഹം. വിജയൻ സാറിന്റെ ഇത് ചോദിക്കുമ്പോൾ ഞാൻ ഒന്നല്ല, എന്നാൽ പോലും ഒരുപാട് സമൂഹത്തിന് നമുക്ക് എന്തെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള ഒരു പ്രേരണയാണ് സിവിൽ സർവീസിലേക്ക് എന്നെ നയിച്ചതും കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളിലിരുന്ന് എന്നെ അകറ്റി നിർത്തിയാൽ ചിലപ്പോ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയാണ് ചെറുപ്പം തൊട്ട് തന്നെ ഉണ്ട്. ചെറുപ്പത്തിൽ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇപ്പൊ മിഡ് ഡേ മീൽസ് എന്ന് പറയുന്നത് പണ്ട് തമിഴ്നാട്ടിൽ പണ്ടേ തുടങ്ങിയത് 60കളിൽ തുടങ്ങിയ ഒരു സംഭവമായിരുന്നു. അപ്പോ ഭക്ഷണം കഴിക്കുന്നത് തന്നെ ആക്ച്വലി ഒരു പ്ലേറ്റ് ഉണ്ടാവത്തില്ല. അപ്പോ ഈ സത്നോ എന്ന് പറയും നമ്മൾ തമിഴ്നാട്ടിലത്. അപ്പൊ ഒരു വലിയ ഒരു ഇതിലെ പാത്രത്തിലുള്ള വലിയ ഒരു മൂടി ഉണ്ടല്ലോ, അതിൽ 5 പേർ ചേർന്നിട്ടാണ് ചോറ് വാങ്ങിച്ച് ഒരു പ്ലേറ്റിൽ ഞാൻ ഒരുമിച്ച് കളിക്കാനുള്ളതായിരുന്നു നമ്മളുടെ അന്നത്തെ ഒരു സ്ഥിതി. അപ്പൊ അതുകൊണ്ട്
സ്വാഭാവികമായിട്ടും അന്നും ഇന്നും എന്നും നമുക്ക് എങ്ങനെ ആൾക്കാരോട് കൂടെ ഇറങ്ങി നിൽക്കണം എന്നുള്ളതാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ. എന്റെ സിവിൽ സർവീസിലേക്ക് എന്നെ നയിക്കുന്നത് തന്നെ ഒക്കെ സമൂഹത്തിന് നമ്മളെ കൊണ്ട് ഞാനിങ്ങനെ ദൈവവിശ്വാസിയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് ദൈവം കൊടുത്ത ഒരു ഗിഫ്റ്റാണ്. അതർവൈസ് ഞാൻ ഈവൻ നൗ ഐ എം കൺസിഡർ ഐ എം ടോട്ടലി ഇന്നെലിജിബിൾ ആയിരിക്കും ഇങ്ങനത്തെ സർവീസിലേക്ക് കയറാനായിട്ട്. പക്ഷെ എന്നാലും ഒരു ഒരു സങ്കല്പം കൊണ്ടാണ് ഞാൻ കയറിയത്. അപ്പോൾ അങ്ങനെ കയറിയ എനിക്ക് ഞാൻ സാധാരണ ഒരു ഗതിയിലിരുന്ന് ഇത്രത്തോളം എനിക്ക് വരാൻ പറ്റുവാണെങ്കിൽ എന്നെപ്പോലെ ഒരുപാട് ആൾക്കാർ സമൂഹത്തിലുണ്ട്. അപ്പോൾ ആ ഒരു മോട്ടിവേഷനിൽ കൂടി അവരെയും കൂടി കൊണ്ടുവരാൻ സാധിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യവും കൂടിയാണ്. അപ്പൊ അതിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് വളരുന്ന ഒരു ഇതാണ്. അതുകൊണ്ട് എനിക്ക് ഇത് ബൈ ചോയ്സ് അല്ല, ചാൻസ് അല്ല, ബൈ ചോയ്സ് ആണ്. നാച്ചുറലി ഞാൻ അങ്ങനെ തന്നെ ജീവിച്ചിരുന്ന് അങ്ങനെ തന്നെ എനിക്ക് ജീവിക്കാനും പറ്റത്തുള്ളൂ. ബിക്കോസ് ഐ എം ആഫ്റ്റർ ഓൾ ഹ്യൂമൻ ബീയിങ് വിച്ച് ഇസ് എ സോഷ്യൽ അനിമൽ. താങ്ക് യു സോ മച്ച്. എത്ര മനോഹരമായിട്ടാണ് സാർ അത് വിശദീകരിച്ചത്. എനിക്കൊന്ന് വന്ന വഴികളിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് സാർ നടത്തുന്ന പ്രവർത്തനങ്ങൾ. സാറ് പറയുന്ന ചെറിയ ചെറിയ ഇടക്കിടക്ക് സാറ് പറയുന്നത് ഞാൻ വിജയൻ സാറിന്റെ മുമ്പിൽ ഒന്നുമല്ല, വളരെ വളരെ ചെറിയ കാര്യങ്ങളെ ചെയ്തിട്ടുള്ളൂ. പക്ഷെ സാറ് ചെയ്തിട്ടുള്ള ഒരുപാട് വലിയ കാര്യങ്ങളിലേക്ക് നമുക്ക് പിന്നീട് വരേണ്ടതുണ്ട്. നമുക്ക് അതിനു മുമ്പ് ഒന്ന് ശിവലാൽ സാറിന്റെ അടുത്തേക്ക് വീണ്ടും ഒന്ന് തിരിച്ചു പോവാം. സർ, സാറിന്റെ ഈ സാമൂഹിക ഇടപെടലുകൾ അടയാളപ്പെടുത്തുന്ന വലിയൊരു തത്വമുണ്ട്. അതെന്താന്ന് വെച്ചാല് ഗിവിങ്. നമ്മുടെ വിഷയം തന്നെ പ്ലഷർ ഓഫ് ഗിവിങ് ആണല്ലോ. ഗിവിങ് എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ എന്തെങ്കിലും ചില സംഭാവനകൾ നൽകുക, നമ്മൾ ഉള്ളതിൽ നിന്ന് എന്തെങ്കിലും എടുത്ത് കൊടുക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു വ്യക്തിയുടെ ശാക്തീകരണമാണ് സാർ ലക്ഷ്യം വെക്കുന്നത്. അപ്പോ സർ, ഈ വ്യക്തികളുടെ ഒരു സംഭാവനകൾ നൽകുന്നതിനപ്പുറത്തേക്ക് വ്യക്തികളുടെ ശാക്തീകരണത്തിൽ ഊന്നിയിട്ടുള്ള സാറിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ട് ഒന്ന് പറയാമോ? എന്താണ് അതിന്റെ പിന്നിലുള്ള ചേതോവികാരം? സാർ ഒന്ന് വിശദീകരിക്കാമോ സാർ? സോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗീവിംഗ് എന്ന് പറയുന്നത് ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ it comes out of more of a sense of responsibility. ഞങ്ങൾക്കൊരു actually വിജയൻ സാർ പറഞ്ഞ പോലെ in our life we have taken a lot of things from others, right? എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സ്, എന്നെ ടേക്ക് കെയർ ചെയ്ത പാരന്റ്സ്, അത് കഴിഞ്ഞ് എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ആൾക്കാർ എല്ലാവരും ഞങ്ങളുടെ ലൈഫിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, സംതിങ് ഓർ അതർ. ഈവൻ ടുഡേ ഞങ്ങളുടെ ലൈഫ് റൺ ചെയ്യുന്ന പറയുന്നത് ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടാണ്. ഇവിടെ വീട്ടിലാരെങ്കിലും എന്തെങ്കിലും ചെയ്തു തരുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും എല്ലാവരും ചെയ്യുന്നതുകൊണ്ടാണ് ഞങ്ങൾ ലൈഫ് റൺ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ആ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ബേസ് ചെയ്താണ് ഞങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ചെക്ക് എഴുതുക എന്ന് പറയുന്നത് എൻ്റെ മൈൻഡിൽ ചെക്ക് എഴുതുക എന്ന് പറയുന്നത് എൻ്റെ മൈൻഡിൽ ഒരു എളുപ്പമുള്ള കാര്യമാണ്. കാരണം ചെക്ക് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തു എന്നായി. പക്ഷെ അത് പോരാ. കാരണം നമുക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം. ആ മറ്റേ ആളുടെ ജീവിതത്തിന് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കണം, അതിനനുസരിച്ച് പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ചിന്താഗതി. അപ്പൊ ഞങ്ങളുടെ എഡ്യൂക്കേഷൻ സെക്ടറിലെ വർക്ക് എന്ന് പറയുന്നത് തന്നെ, ഞങ്ങൾ ഒരു കുട്ടിയെ എടുത്തു കഴിഞ്ഞാൽ 10ാം ക്ലാസ് കഴിഞ്ഞാൽ കുട്ടിയെ എടുക്കുന്ന ഞങ്ങള് ആ ഗ്രാജുവേഷൻ കഴിയുന്നവരെ ഞങ്ങൾ ആ കുട്ടിയുടെ വർക്ക് ചെയ്യും. കുട്ടിക്ക് ഫൈനാൻഷ്യൽ സപ്പോർട്ട് മാത്രമല്ല, മെന്ററിങ്ങും അങ്ങനെയുള്ള പല മറ്റ് സപ്പോർട്ടുകളും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം അതിന്റെ പുറകിലുള്ള ചിന്താഗതി എന്ന് പറഞ്ഞാൽ ഈ കുട്ടി പഠിച്ച് ഒരു ജോലിയായി അവളുടെ ജീവിതം ട്രാൻസ്ഫോം ആകണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇതെല്ലാം ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോ ഞങ്ങളുടെ ചിന്താഗതി എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് എങ്ങനെ നമുക്ക് ആളുടെ ജീവിതത്തിലേക്ക് ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ് ഞങ്ങളുടെ മനസ്സിന്റെ ആഗ്രഹം. പക്ഷെ ചില സ്ഥലങ്ങളിൽ ഇപ്പം ഞാൻ പറയാൻ തുടങ്ങിയെന്ന് വെച്ചാൽ ചില സിറ്റുവേഷൻസിൽ യു ഹാവ് ടു ഗിവ് മണി ഓൺലി. സോ ഞങ്ങൾക്ക് വേറൊരു പ്രോഗ്രാം ഉണ്ട്, കൊച്ചുകുട്ടികളുടെ കാർഡിയാക് സർജറി. കാരണം അത് ആക്ച്വലി ഞങ്ങളുടെ ലൈഫിൽ തന്നെ ഒരു പ്രാവശ്യം ഞങ്ങളുടെ ഒരു കുഞ്ഞിന് ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ അതിനെപ്പറ്റി വളരെ കോൺഷ്യസ് ആയത്. അപ്പം ആ സിറ്റുവേഷനിൽ ഒരു കൊച്ചുകുട്ടിക്ക് കാർഡിയാക് സർജറി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് സിംപിളി ആക്ച്വലി അവർക്ക് മോസ്റ്റ് ഓഫൻ അവർക്ക് ആവശ്യമുള്ളത് എന്തെങ്കിലും പണസഹായമായിരിക്കും. അപ്പൊ അതില് ഞങ്ങളിങ്ങനെ ഫുൾ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ഒന്നും നോക്കാറില്ല. അപ്പൊ ഈ എങ്ങനെ ചെയ്യണമെന്നുള്ളത് കുറച്ച് സിറ്റുവേഷൻ അനുസരിച്ചാണ്. സോ വെൻ വി ചൂസ് എഡ്യൂക്കേഷൻ, it is about transforming life, it is about improving the quality of life, it is about creating a new generation of people. But when we work in the medical space, when we work with cardiac care for small children, it is actually much more about funding rather than actually doing anything more. So we make these choices based on the situation. Educationally, we choose to
do one way, and when we do with certain other areas, we choose a different way. Both are important. രണ്ടും important ആണ്. കാരണം രണ്ടും ആവശ്യമുള്ള കാര്യങ്ങളാണ്. രണ്ടും ആ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ ചെയ്യണം. താങ്ക് യു സർ. എനിക്കൊന്ന് വളരെ പ്രധാനപ്പെട്ട ലെസൺ ആണ്. കാരണം ഇത് ആരാണോ ഇത് സ്വീകരിക്കേണ്ടത് അവരുടെ ആവശ്യങ്ങൾ എന്താണ് നമ്മൾ ഉണ്ടാക്കേണ്ട ഇമ്പാക്ട്. ഒരുപക്ഷെ അത്യാവശ്യ ഘട്ടത്തിൽ ഒരു പക്ഷേ സംഭാവനയായിട്ട് തന്നെ നൽകേണ്ടി വരും. പക്ഷെ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ചേഞ്ചസിന് വേണ്ടിയിട്ടാണ് കൂടുതൽ സാറിന്റെ ഇടപെടലുകൾ. അതിനെക്കുറിച്ച് വിശദീകരിച്ചതിന് നന്ദി സർ. നമുക്ക് രാജമാണിക്യൻ സാറിന്റെ അടുത്തേക്ക് തിരിച്ചു പോവാം. സർ, ഈ ദുർബല വിഭാഗങ്ങൾക്കിടയിൽ ഒരുപാട് പണിയെടുത്തിട്ടുള്ള, അവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ് സാർ. സർ, പലപ്പോഴും അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകള് അത്തരം സഹായങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ എത്തിക്കുന്നതിന് വേണ്ടി വ്യക്തിഗതമായിട്ടുള്ള ഇടപെടലുകളാണ് നടത്താറുള്ളത്. പക്ഷെ സാറിന്റെ പ്രവർത്തനങ്ങളൊക്കെ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ സർ ഒട്ടനവധി സാമൂഹിക സംഘടനകളെ, പ്രസ്ഥാനങ്ങളെയൊക്കെ അണിനിരത്തിക്കൊണ്ടാണ് സാറിന്റെ പ്രവർത്തനങ്ങൾ ചെയ്യാറ്. എന്താണ് ഇത്തരത്തിലുള്ള ഒരു ഇടപെടലിന്റെ രീതിയിലെ ഒരു പ്രത്യേകത? അതുപോലെ തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾ സാർ പഠിച്ചിട്ടുള്ള പാഠങ്ങൾ കൂടി ഒന്ന് ഷെയർ ചെയ്താൽ നന്നായിരുന്നു. ശരിക്കും പറഞ്ഞാല് ഒരു പഴഞ്ചൊൽ പറയാറുണ്ടല്ലോ, മീൻ കൊടുക്കുന്നതിനേക്കാൾ മീൻ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് ഇറ്റ് ഇസ് ബെറ്റർ ഫോർ എനിബഡീസ് ലൈഫ് എന്നുള്ളത്. അതുപോലെ ഈ ഇൻഡിവിജ്വൽ എഫർട്ട് ഗിവിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്ലഷർ ഓഫ് ഗിവിംഗ് എന്ന് പറയുന്നത് ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ചോയ്സ് ആണ്. പക്ഷെ അത് വിജയൻ സാർ വളരെ വാലിഡ് പോയിന്റ് ആണ് റൈസ് ചെയ്തത്. ഇറ്റ് ഇസ് നോട്ട് ഔദാര്യം. ഇപ്പൊ എനിക്കുണ്ട്, ഞാൻ കൊടുക്കുന്നുണ്ട് പറഞ്ഞാൽ പോലും ഇറ്റ് ഇസ് നോട്ട് ഔദാര്യം. I always believe in spiritually also it is said that, അതായത് കൊടുക്കുക എന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് മാത്രം കഴിയുന്ന ഒരു വിഷയമല്ല. ചിലപ്പോൾ ഇറ്റ്സ് എ ഇൻസ്ട്രുമെന്റ്, അത്രയേ ഉള്ളൂ. ഒരു സിസ്റ്റത്തിൽ നമ്മൾ ഒരു ജസ്റ്റ് ആൻ ഇൻസ്ട്രുമെന്റ് അങ്ങനെ കൊടുക്കാനുള്ളത്. പക്ഷേ ഈ നമുക്ക് കൊടുക്കാനുള്ള അവസരവും ശരി, ഒരാൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ ചെയ്യാനുള്ള ആ ഒരു ബുദ്ധിയും ശരി, കൊടുക്കുന്നത് സംതിങ് സുപ്പീരിയർ നേച്ചറിനാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അത് എന്തെങ്കിലും അങ്ങനെ ഒരു സംഭവിച്ചാൽ ഇറ്റ് ഇസ് നോട്ട് മൈ ഔദാര്യം, ഇറ്റ്സ് rather ആക്ട് ഓഫ് സ്പിരിച്വാലിറ്റി, കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ ഞാൻ പറയാനുള്ള റീസൺ, നമ്മളുടെ ചോദ്യത്തെ അനുസരിച്ച് ഇത് ഒരു ഇൻഡിവിജ്വൽ ചോയ്സ് ആയിട്ടല്ല കൊടുക്കുക എന്നുള്ളത് ഞാൻ കാണുന്നത്. കൊടുക്കണം ബിക്കോസ് സിബുലാൽ സാറും പറഞ്ഞത് there are certain ആക്ടിവിറ്റീസ് അതിലെ നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യുക, ചിലത് മൂവ്മെന്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ആക്ച്വലി ഉദാഹരണം പറഞ്ഞാല് ഈ പാർട്ടിസിപ്പേറ്ററി ഗവർണൻസ് എന്നാണ് പറയുക, സോഷ്യൽ മൂവ്മെന്റ് പാർട്ടിസിപ്പേറ്ററി ഗവർണൻസ്. അപ്പോൾ ഞാൻ വിജയൻ സാർ തന്നെ എടുത്ത് ഞാൻ പറയാം. ആക്ച്വലി വിജയൻ സാർ ഇൻഡിവിജ്വലി ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ ശബരിമലയിൽ പോയിട്ട് അവരുടെ ഒരു ഗ്രൂപ്പുമായിട്ട് ചെന്നിട്ട് ചെയ്യുക, അല്ലെങ്കിൽ കാര്യം ചെയ്യുക, അല്ലെങ്കിൽ ഈ അണ്ടർ പ്രിവിലേജ്ഡ് കുട്ടികൾക്ക് ഒരു കാര്യം ചെയ്യുക എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ഇൻഡിവിജ്വൽ ചോയ്സ്, എത്ര പേരെ ഇമ്പാക്ട് ചെയ്യാൻ. പക്ഷെ അറ്റ് ദ സെയിം ടൈം if he creates a kind of a social movement by inspiring youngsters, inspiring people, motivating people, ഒരു മൂവ്മെന്റ് ആണ്. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ഒരു ഹെൽപ്പിനോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഗിവിങ്ങിനും സോഷ്യൽ മൂവ്മെന്റ്സിനും അതിന്റെ റീച്ച് വളരെ വലുതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം റീച്ച് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ദ സെൻസ് ലൈക്ക് കൂടുതൽ ആൾക്കാരെ എത്തിക്കഴിയുക എന്ന് പറയുന്നത് റീച്ച് ആണ്. ആൻഡ് നോട്ട് ഓൺലി ആസ്പെക്ട് ഓഫ് ഗിവിംഗിനുള്ള ആസ്പെക്ട് മാത്രമല്ല, നാളെ ദാറ്റ് ഹാസ് ടു ബി ഇൻസ്പയർഡ് അതേഴ്സ്. ഇപ്പോ ഒരാൾക്ക് കൊടുത്ത് അല്ലെങ്കിൽ ഒരാൾ അത് ആ മൂവ്മെന്റിൽ ഉള്ള ആള് ഹി ഓൾസോ ഗെറ്റ് ഇൻസ്പയർഡ് ആൻഡ് അത് കഴിഞ്ഞ് അവർ ചെയ്യാനുമായിരിക്കും. അതായത് ഞാൻ അതിനൊരു ഉദാഹരണമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, as you know that ഈ അൻപോട് കൊച്ചിയിലുള്ള ഒരു മൂവ്മെന്റ്, സോഷ്യൽ മൂവ്മെന്റ് ആണ് തുടങ്ങുന്നത്. ശരിക്കും ചെന്നൈ ഫ്ലഡ് ഉണ്ടായപ്പോൾ 2015 ചെന്നൈ ഫ്ലഡ് ഉണ്ടായിരുന്നപ്പോൾ ആ സമയത്ത് ഞാൻ എറണാകുളം കളക്ടറായിരുന്നു. ആ സമയത്താണ് അൻപോട് കൊച്ചിയിലുള്ളത് ഒരു 9 പേരടങ്ങിയ ഒരു ഫേസ്ബുക്ക് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്ന 9 പേരുമായിട്ട് ചെയ്തതാണ് അൻപോട് കൊച്ചി. ബട്ട് അത് ഒരു സോഷ്യൽ മൂവ്മെന്റ് ആയിട്ട് മാറുമ്പോൾ അതിന്റെ റീച്ച് വളരെ വലുതായിരുന്നു. വെച്ചാൽ നമ്മൾ ഒരു 9 പേർ ചേർന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ തമ്മിൽ ചെയ്യുന്നതേക്കാളും എല്ലാവരും ഒരു സമൂഹം ചേർന്നിട്ട് ഇന്നൊരു സമൂഹത്തിന് ചെയ്യുമ്പോൾ അതിന്റെ റീച്ച് വലുതായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് ആ ഒരു ആസ്പെക്ട് ആണ്. കൊടുക്കുന്നതേക്കാളും മത്സ്യം കൊടുക്കുന്നതേക്കാളും വി ഹാവ് ടു ഗിവ് ദ ലേണിംഗ് ഓഫ് ഫിഷിംഗ് എന്നുള്ളതാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്. അപ്പൊ ഇൻഡിവിജ്വൽ ആയിട്ട് ഒരാൾക്ക് വീടില്ലാന്ന് വരും, ഇൻഡിവിജ്വൽ ആയിട്ട് ഒരാൾക്ക് പഠിക്കാൻ പറ്റില്ല എന്ന് വരും. ദാറ്റ് ഇസ് ഓൾ നമ്മൾ ചെയ്യണം. അറ്റ് ദ സെയിം ടൈം ഇത് ഒരു മൂവ്മെന്റ് ആക്കി കളിച്ചാൽ, സമൂഹത്തിന്റെ ഒരു മാറ്റം വരുത്താനുള്ള മൂവ്മെന്റ് ആക്കി കളിച്ചാൽ സ്വാഭാവികമായിട്ടും ഇപ്പോ ഒരു ഇൻഡിവിജ്വൽ ചോയ്സ് എന്ന് പറയുന്നത് രാജമാണിക്യത്തോടോ അല്ലെങ്കിൽ വിജയനോടോ അല്ലെങ്കിൽ സിബുലാലോടോ നിന്ന് പോകും. പക്ഷേ ഒരു മൂവ്മെന്റ് ആക്കി കളിയുമ്പോൾ അത് നെക്സ്റ്റ് 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 എന്ന് വരുമ്പോൾ അതിന് വരും. മോർ ഓർ ലെസ്
ഹ്യൂമൻ ബീങ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ നന്മയുള്ള മനുഷ്യനാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. ഈ സമൂഹത്തിലെ നമ്മൾ കാണുന്ന എല്ലാം ജനറലി ഹ്യൂമൻ ബീങ് മെജോറിറ്റി, അതുകൊണ്ടാണ് സമൂഹം ഇന്ന് റൺ ചെയ്യുന്നത്. എവറിബഡി ഈസ് ആക്ച്വലി ഗുഡ്, നന്മയുള്ള മനുഷ്യരാണ്. പക്ഷേ സമൂഹത്തിന്റെ സാഹചര്യങ്ങളും മറ്റെല്ലാം കൊണ്ടുമാണ് ചില തിന്മയുള്ള ആൾക്കാരും ഉണ്ടാകുക എന്നുള്ളത് സാഹചര്യമാണ്. അപ്പോൾ നന്മയുള്ള ആൾക്കാരാണ് എല്ലാവർക്കും. അതുകൊണ്ടാണ് ഈ പ്രളയം വരുന്നുണ്ട്. നമ്മള് കഴിഞ്ഞ 2018 പ്രളയം തന്നെ എടുത്തു കഴിഞ്ഞാൽ ഈ മലയാളികൾ എത്രത്തോളം ഇറ്റ്സ് എ വേൾഡ് ഒരു ക്ലാസ് മോഡലായിരുന്നു മലയാളികളുടെ ആ മാതൃക എന്ന് പറയുന്നത്. അത് എല്ലാവരും മനസ്സിലുള്ള ഒരു നന്മയായിരുന്നു. അപ്പോ ബേസിക്കലി ഹ്യൂമൻ ബീയിങ്സ് അങ്ങനെ ഒരു നന്മയുള്ള മനുഷ്യനാണ്. പക്ഷെ അവർക്കുള്ള ഒരു പ്ലാറ്റ്ഫോം വേണം. അത് ചെയ്യുന്ന ആൾക്കാർ അവർ വിശ്വസിക്കണം. എന്ത് വേണമെങ്കിലും ചെയ്യാം. തട്ടിപ്പ് നടത്തുന്ന ആൾക്കാരും ഉണ്ട്, ഇതിന്റെ പേരിലേക്ക് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ പീപ്പിൾ ആൾവേസ് ഹാവ് സസ്പീഷൻസ്, ഇവർ ഇതായിരിക്കുമോ അതായിരിക്കുമോ എന്നുള്ളത്. പക്ഷെ വൺസ് ആ മൂവ്മെന്റ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം ഇതാണ് നല്ല കാര്യം എന്നുള്ളത് ജനങ്ങൾ അറിയുമ്പോൾ സ്വാഭാവികമായിട്ടും അവന്റെ നന്മ ഇരട്ടിപ്പാകും. ഡെഫിനറ്റ്ലി ദേ വിൽ ബി പാർട്ട് ഓഫ് ദിസ് ലാർജർ മൂവ്മെന്റ്. ഈ ലാർജർ മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വി ആർ ഇൻ ടു ദ വെരി ഹയർ പൊസിഷൻ. നമ്മൾ താഴെയിരുന്ന് ഒരു സ്ഥലത്തെ കാണുന്നതും മുകളിലിരുന്ന് ഒരു സ്ഥലത്തെ കാണുന്നതും വലിയ ഡിഫറൻസ് ഉണ്ട്. യു ക്യാൻ റീച്ച്. അതാണ് സോഷ്യൽ മൂവ്മെന്റോടെ. അപ്പോൾ ഐ ബിലീവ് ഒരു കാര്യം സമൂഹത്തിന് നമ്മൾ ചെയ്യുമ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യുന്നതിനേക്കാളും പാർട്ടിസിപ്പേറ്ററിയോട് അവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മൂവ്മെന്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ റീച്ച് എ ലോട്ട് ഓഫ് പീപ്പിൾ, യു ക്യാൻ ഇൻസ്പയർ എ ലോട്ട് ഓഫ് പീപ്പിൾ സോ ദാറ്റ് ദ മൂവ്മെന്റ് വിൽ കണ്ടിന്യൂ ഫോർ എവർ. താങ്ക് യു സർ. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം അടുത്തതായിട്ട് സാറിനോട് വരാനുണ്ടായിരുന്നത് അമ്പോർഡ് കൊച്ചിയെ പറ്റിയായിരുന്നു. പക്ഷെ ഇതൊന്ന് അമ്പോർഡ് കൊച്ചിയുടെ പിന്നിലുള്ള അതിന്റെ ഒരു പ്രിൻസിപ്പിളും അതിന്റെ പിന്നിലുള്ള സാറിന്റെ സ്വപ്നമൊക്കെ വളരെ വിശദമായിട്ട് സാർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് നമ്മളൊരു വ്യക്തി കൊടുക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് എല്ലാവരിലും നന്മയുണ്ട്. ആ നന്മയെ ഒന്നിച്ചു കൊണ്ടുവരാൻ പറ്റിയ വലിയ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. ആളുകളെ ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്നുള്ള വലിയൊരു ലെസൺ ആണ് സാർ നമുക്ക് തന്നത്. ഒരിക്കൽ കൂടി നമുക്കൊന്ന് ശിവലാൽ സാറിന്റെ അടുത്തേക്ക് പോവാം. സാറ് ഈ കോർപ്പറേറ്റ് ലോകത്തെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ശ്രേണിയിലുള്ള ആളുകളുമായിട്ട് സംവദിക്കുന്ന ആളാണ്. അതോടൊപ്പം തന്നെ കുട്ടികളുമായിട്ട്, പ്രത്യേകിച്ച് ഈ റിസോഴ്സ് ലിമിറ്റഡ് ആയിട്ടുള്ള ഫാമിലീസ് നിന്ന് വരുന്ന വിഭവ പരിമിതി അനുഭവിക്കുന്ന കുട്ടികളായിട്ടും സാർ ഇടപെടുന്നുണ്ട്. അപ്പൊ കുട്ടികളുടെ ഒരു ഇടപെടലിൽ നിന്ന് സാറിന്റെ അടുത്ത് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഇന്നത്തെ കുട്ടികൾ അവര് ഈ ഒരു ഉത്തരവാദിത്ത ബോധവും അതുപോലെ തന്നെ ഒരു സാമൂഹിക അവബോധമൊക്കെ ഉള്ള ആളുകളായിട്ടാണ് വളർന്നു വരുന്നത് എന്നുള്ള ഒരു അഭിപ്രായം സാറിനുണ്ടോ? ഇന്നത്തെ ഒരു തലമുറയെ കുറിച്ച് സാറിന്റെ ഒരു അഭിപ്രായം എന്താണെന്നൊന്ന് പറയാമോ സാർ? സോ ആക്ച്വലി ഇന്നത്തെ കുട്ടികൾ പഴയ കുട്ടികളെ അപേക്ഷിച്ച് ഒരുപാട് എക്സ്പോഷർ ഉള്ള കുട്ടികളാണ്. അവർക്ക് ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ട്, ഒരുപാട് എക്സ്പോഷർ ഉണ്ട്. ദേ ആർ അംബീഷ്യസ്, അവർക്ക് ആസ്പിറേഷൻ ഉണ്ട്, അംബീഷൻ ഉണ്ട്, and they have the drive to to reach where they want to go. So ഞങ്ങളുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഭയങ്കര പോസിറ്റീവ് ആണ്. ഞാനൊരു ഒന്ന് രണ്ട് എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒന്ന്, ഞങ്ങളുടെ ആദ്യത്തെ 1999 ഞങ്ങൾ കുട്ടികളെ എടുത്തപ്പോൾ ഞങ്ങൾ വളരെ കുറച്ച് കുട്ടികളെ എടുത്തുള്ളായിരുന്നു. അതിലൊരു പയ്യനുണ്ട് പ്രശാന്ത് എന്ന് പറഞ്ഞ, അവൻ M.Com പാസ്സായിട്ട് ഞങ്ങള് ഈ വിദ്യാർത്ഥി പ്രോഗ്രാം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് റീബ്രാൻഡ് ചെയ്തു, റീലോഞ്ച് ചെയ്തായിരുന്നു. ഈച്ച് വൺ ടീച്ച് വൺ എന്ന് പറഞ്ഞു. ഈച്ച് വൺ ടീച്ച് വൺ. കാരണം ഞങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം വളരെ വലുതാണ്, ഇവിടുത്തെ പ്രശ്നങ്ങളും വളരെ വലുതാണ്, ഒരുപാട് കുട്ടികൾക്ക് ആവശ്യമുണ്ട്. ഞങ്ങൾ ചെയ്തു കഴിഞ്ഞാലും ഒരു ലിമിറ്റ് വരെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ കൂടെ ആൾക്കാർ കൂടുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കുട്ടികൾക്ക് പ്രയോജനം ഉണ്ടാകുമെന്ന് വിചാരിച്ച് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ വിദ്യാധൻ പ്രോഗ്രാം ഈച്ച് വൺ ടീച്ച് വൺ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ആക്കി മാറ്റിയായിരുന്നു. അതിന്റെ ഫണ്ടമെന്റൽ ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾക്ക് ഒരു കുട്ടിയെ സ്പോൺസർ ചെയ്യാനുള്ള വഴി കാണിച്ചു കൊടുക്കുക. ഒരാൾക്ക് ഒരു കുട്ടിയെ സ്പോൺസർ ചെയ്യാനുള്ള വഴി കാണിച്ചു കൊടുക്കുക. അപ്പൊ ഞങ്ങളാണ് കുട്ടികളെ സെലക്ട് ചെയ്യുന്നത്, ഞങ്ങളാണ് കുട്ടികളുടെ ആപ്ലിക്കേഷൻ പിടിക്കുന്നത്, അതെല്ലാം ഞങ്ങൾ തന്നെ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഈ സെലക്ട് ചെയ്ത കുട്ടികളെ ഞങ്ങൾ മറ്റു ആൾക്കാർക്കായിട്ട് എക്സ്പോസ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരുപാട് പേര് ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഒരു കുട്ടിയെ വെച്ച് സ്പോൺസർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ചെയ്ത കുട്ടികളോട് ഞങ്ങൾ പറഞ്ഞിരുന്നു, നിങ്ങൾ പഠിച്ച് പാസ്സായി ജോലി ആകുമ്പോൾ നിങ്ങൾ ഒരു കുട്ടിയെ സ്പോൺസർ ചെയ്യണം. അപ്പം നമ്മള് ഈ കൊടുക്കുന്ന ആ സ്കോളർഷിപ്പ് കൊണ്ട് ഒരു കുട്ടി അല്ല പഠിക്കുന്നത്, ആ കുട്ടി പഠിച്ച് പാസ്സായി ആ കുട്ടിക്ക് ജോലി ആകുമ്പോൾ വേറൊരു കുട്ടിയെ ആ കുട്ടി സ്പോൺസർ ചെയ്യണം. അങ്ങനെ ഒരു കാസ്കേഡിങ് ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാനാണ് ഞങ്ങൾ നോക്കിയത്. അപ്പൊ ഞങ്ങളിപ്പോ അത് കുറച്ച് ഈ സ്കോളർഷിപ്പ് തുടങ്ങി കുറച്ച് വർഷം കഴിഞ്ഞാണ് ഞങ്ങൾ ഈ പ്രോഗ്രാം ഈച്ച് വൺ ടീച്ച് വൺ ലോഞ്ച് ചെയ്തത്. അതിന്റെ ഇമ്പാക്ട് ഇപ്പൊ ഞങ്ങൾ കാണുന്നുണ്ട്. കുട്ടികൾ, അപ്പൊ പ്രശാന്ത് ഇസ് എ ഗുഡ് എക്സാമ്പിൾ. പ്രശാന്ത് പഠിച്ച് പാസ്സായി M.Com കഴിഞ്ഞ് അവന് ജോലിയായി. അവൻ അത് കഴിഞ്ഞ് ഒരു കുട്ടിയെ സ്പോൺസർ ചെയ്തു. കൂടാതെ തന്നെ ഒരുപാട് ആൾക്കാർ
പിന്നെ ഒരുപാട് ആൾക്കാരും ആക്ച്വലി കോർപ്പറേറ്റ്സും വന്നിട്ടുണ്ട്, കെയിം ഫോർവേഡ്, ദേ സ്റ്റാർട്ടഡ് സ്പോൺസറിങ് പീപ്പിൾ ഓൺ ദ പ്ലാറ്റ്ഫോം. അപ്പൊ അതുകൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടായി. അപ്പൊ ഇങ്ങനെ മുമ്പോട്ട് പോയ കുട്ടികൾ, ഇങ്ങനെ പഠിച്ച് പാസ്സായ കുട്ടികൾ ഇപ്പോൾ തിരിച്ചു വന്ന് ആ പ്ലാറ്റ്ഫോമിൽ വേറെ കുട്ടികളെ സ്പോൺസർ ചെയ്ത് തുടങ്ങി. അപ്പം അതിന്റെ ഇമ്പാക്ട് ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരാള് ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ആള് അതിന്റെ അടുത്ത ആൾ, അങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ ഇഫക്റ്റ് ആണ് കാലം കഴിയുന്തോറും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഞങ്ങൾ നോക്കുമ്പോൾ ഇന്നത്തെ കുട്ടികൾ, ദേ ആർ അംബീഷ്യസ്, they have high aspirations, they have the drive, they also are very sensitive, they understand that they need to participate, they need to contribute, they need to help when the time comes. And we are definitely seeing that in the platform, because our children now, many of them have finished and come back, right? And they are coming back and actually sponsoring other children onto the platform. So in my mind, the today's youth is much more socially conscious than before, the children in the past. താങ്ക് യു സോ മച്ച് സാർ. എനിക്ക് തോന്നുന്നു സാർ, ഞങ്ങളൊക്കെ വിജയൻ സാറിന്റെ കൂടെ നിന്നിട്ട് ഏറ്റവും കൂടുതൽ ഇടപെടുന്നത് കുട്ടികളുടെ മേഖലയിലാണ്. പക്ഷേ ഈ കാസ്കേഡിങ് ഇമ്പാക്ട് എന്നൊരു സാധനത്തിലേക്ക് എനിക്ക് തോന്നുന്നു ഞങ്ങൾക്കും വലിയൊരു അറിവാണത്. കാരണം എനിക്ക് തോന്നുന്നു നമ്മൾ കുട്ടികളുടെ മേഖലയിൽ പ്രത്യേകിച്ച് ഇടപെടുമ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ഒരു റെസ്പോൺസിബിലി അത് സ്വീകരിക്കാനുള്ള ഒരു മനസ്സുകൂടി അതിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന്റെ വലിയൊരു കാസ്കേഡിങ് ഇമ്പാക്ട് എന്നുള്ളൊരു സാധനം എനിക്ക് തോന്നുന്നു പല ഇത്തരം സന്നദ്ധ സംഘടനകൾ നമ്മൾ കണ്ടുവരാറില്ല. അപ്പൊ സാറ് വലിയൊരു ഇൻസ്പിറേഷൻ ആണ് അതുവഴി ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്. എനിക്ക് ഉറപ്പാണ് വിജയൻ സാറിന്റെ തലയിൽ ഇപ്പൊ തന്നെ ഒരു ലഡു പൊട്ടിയിട്ടുണ്ടാവും ഉറപ്പാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഒരു പ്രവർത്തനങ്ങളിലേക്കും കൂടി അത് ഇംബൈബ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് സാർ. നമുക്ക് ഓരോ ചോദ്യങ്ങൾ കൂടി നമുക്കൊരു രണ്ടുപേരെടുത്തും കൂടി ചോദിച്ച് പിന്നെ നമുക്ക് നമ്മുടെ ഓഡിയൻസിന്റെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. സാർ, ഇപ്പൊ തന്നെ ഏകദേശം 10,000-ലധികം കമന്റ്സ് ഫേസ്ബുക്കിൽ വന്നു കഴിഞ്ഞു. ചോദ്യങ്ങളുടെ ഒരു പ്രളയമാണ്. നമുക്കെല്ലാം കൂടി ഒരു പക്ഷെ എടുക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ ആളുകൾ എത്രത്തോളം സീരിയസ് ആയിട്ട് എത്രത്തോളം മനസ്സിലേക്ക് ഇതിനെ എടുത്തു എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടിയാണ് ഇത്തരം ചോദ്യങ്ങൾ. നമ്മുടെ പിന്നെ സൂമിലെ ചാറ്റ് ബോക്സും ചോദ്യങ്ങൾ കൊണ്ട് നിറയാണ്. നമുക്ക് ഒന്ന് രാജമാണിക്യൻ സാറിന്റെ അടുത്ത് ഒന്ന് പെട്ടെന്ന് പോയിട്ട് തിരിച്ചു വരാം. സർ, ഈ സാറിന്റെ ഒരു പ്രത്യേകത, അമ്പോട് കൊച്ചിയുടെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. സാറിനെ ഞങ്ങൾ ഏറ്റവും ആകർഷിച്ച ഒരു ഫോട്ടോ സാർ കുളം വൃത്തിയാക്കുന്ന ഒരു ഫോട്ടോ ആയിരുന്നു. സാറ് തന്നെ ഒരു കൈലിമുണ്ടൊക്കെ എടുത്ത് കുളത്തിൽ ഇറങ്ങി, അതിൽ സാർ ആരാണെന്ന് കൂടി നമുക്ക് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടായിരുന്നു. കാരണം അത്ര ആളുകളെ എടുത്ത് ഇൻവോൾവ് ചെയ്തുകൊണ്ടായിരുന്നു സാർ ചെയ്യുന്നത്. അപ്പൊ ഈ പ്രകൃതിയെ കൂടി നമ്മൾ നൽകുക എന്ന് പറയുമ്പോൾ വ്യക്തികൾക്ക് മാത്രമല്ല, നമ്മൾ ജീവിക്കുന്ന പ്രകൃതിക്ക് കൂടി നമ്മൾ ചിലത് തിരിച്ചു നൽകേണ്ടതുണ്ട് എന്നുള്ളതിന്റെ ഒരു രീതിയിൽ നിന്നാണോ, അത്തരത്തിലുള്ള ഒരു ചിന്തയിൽ നിന്നാണോ സാറിന്റെ ഈ എന്റെ കുളം പോലെയുള്ള കാര്യങ്ങൾ സാർ കൊണ്ടുവന്നത്? ശരിക്കും ഒരുപാട് സമയമില്ല, അതുകൊണ്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ട് എന്റെ ചെറുപ്പം തൊട്ട് തന്നെ ഉള്ള, ഞാൻ ഗ്രാമപ്രദേശത്ത് ജനിച്ച ആളായതുകൊണ്ടുള്ള കാര്യമുണ്ട്. പക്ഷെ ഐ എം നോട്ട് ഗോയിങ് ടു ദാറ്റ്. പക്ഷേ ചെന്നൈ ഫ്ലഡ് കഴിഞ്ഞപ്പോൾ ഞാൻ പറയുന്നത്, ചെന്നൈ ഫ്ലഡിലാണ് അൺബോർഡ് കൊച്ചി തുടങ്ങുകയാണ് പറയുന്നത്. ഈ അൺബോർഡ് കൊച്ചി തുടങ്ങി ചെന്നൈ ഫ്ലഡ് തീർന്ന് നമ്മുടെ സാധനങ്ങളൊക്കെ അയച്ച് കയറ്റി തീരുമ്പോൾ ഏകദേശം 2000-ഓളം വാലണ്ടിയറാണ്. 9 പേര് തുടങ്ങിയത് 2000-ഓളം വാലണ്ടിയറോടാണ് നമ്മൾ നിൽക്കുന്നത് ഒരു ഏകദേശം 2 ആഴ്ച കൊണ്ട്. അപ്പോൾ പണ്ട് തൊട്ടേയുള്ള എന്റെ ആശയം ഉണ്ടായിരുന്നു, ഇങ്ങനെ എന്തെങ്കിലും കുളങ്ങൾ അതൊക്കെ വൃത്തിയാക്കണമെന്ന്. പക്ഷെ അതാണ് നമ്മൾ വെച്ച ഒരു ആശയം എന്ന് പറയുന്നത്. ചെന്നൈ പോലുള്ള ഒരു ദുരന്തം നമ്മൾ എറണാകുളത്തിന് ഉണ്ടാകാൻ പാടില്ല. അത് പേര് തന്നെ എറണാകുളമാണ്. അത് ആക്ച്വലി കുളങ്ങളാൽ സമൃദ്ധമായ ഒരു നാടായിരുന്നു എറണാകുളം. പക്ഷെ ഇന്ന് ഒരു സ്ഥലത്ത് ഒരു കുളവുമില്ല. ആക്ച്വലി ചിലപ്പോൾ മഴ പെയ്യുമ്പോൾ മാത്രം കുളമാകേണ്ടത് മാത്രമാണ് എറണാകുളം. കുളമില്ലാതിരുന്ന ഒരു പ്രദേശം, കുളത്തോടുണ്ടായിരുന്ന ഒരു പ്രദേശമാണ്. പക്ഷെ അങ്ങനത്തെ ഒരു പ്രദേശം ചെന്നൈ ദുരന്തം വന്നാൽ അതുപോലെ ആകും എന്നുള്ള ഒരു ആശയത്തോട് മുൻവച്ചതാണ് എന്റെ കുളം എറണാകുളം പറഞ്ഞ ഒരു ആശയം. അപ്പോ അതില് ഞാൻ പറഞ്ഞതുപോലെ വാലണ്ടിയേഴ്സ് ഒരുപാട് നമുക്ക് ഉണ്ടായിരുന്ന വാലണ്ടിയേഴ്സ് എടുത്ത് നമ്മളുടെ ആഗ്രഹം പറഞ്ഞപ്പോൾ, ബിക്കോസ് എവരി വൺ വാണ്ടഡ് ടു കം. പക്ഷേ ആ വാലണ്ടിയർ എല്ലാം ഉണ്ടായിരുന്നെങ്കിൽ പോലും നമ്മൾ ആദ്യത്തെ കുളം തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഒരു 10-20 പേർ ചേർന്ന്, ഞാൻ വിചാരിച്ചു പോയത് ഇങ്ങനെയായിരുന്നു, നമ്മൾ ഒരു കുളം ചെയ്യാൻ പോവുക, അവിടുത്തെ ലോക്കലി അവർ കമ്മ്യൂണിറ്റി, ബിക്കോസ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എല്ലാം ചെയ്യുമ്പോൾ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ എനിക്ക് വളരെ അത്യാവശ്യമാണ്. നമ്മൾ ഡിമാൻഡ് അല്ലാതെ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയോട് ഒരു ഇൻവോൾവ്മെന്റ് അല്ലാതെ ചെയ്തു കൊടുത്താൽ അവർ എന്നെ നോക്കിയിട്ട് പോകും, പിന്നെ അത് ഒന്നും നടക്കത്തില്ല. അതുകൊണ്ട് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ വളരെ അത്യാവശ്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ കമ്മ്യൂണിറ്റി എല്ലാവരും ആൾക്കാർ വരും, നമ്മളോട് കൈകോർത്ത് ജോലി ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചാണ് പോയത്. പക്ഷെ തിരിച്ചായിരുന്നു എനിക്കുള്ള അനുഭവം. ആകെ ഞങ്ങൾ പോയ ഒരു 10-20 പേരിൽ 10 പേര് മാത്രമാണ് കുളം ചെയ്യാൻ തുടങ്ങി. എല്ലാവരും
മുകളിൽ നിന്നിട്ട് മൊത്തം ആൾക്കാർ നിന്ന് വാച്ച് ചെയ്തിട്ട് അവിടെ ഇത് ചളിവുണ്ട് ഇവിടെ ഇതുകൊണ്ട് പറഞ്ഞതിനപ്പുറം ഞാനും ഇറങ്ങിയിട്ടില്ല. അപ്പോഴാണ് ഞാൻ വിശ്വസിച്ചത് ഇസ് ലൈക്ക് പിന്നെ ഇവരെ കൂടി താഴെ ഇറക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒറ്റപ്പടി നമ്മൾ ഇറങ്ങിയാലേ നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അന്ന് ആദ്യമായിട്ട് കുളത്തിനകത്ത് ഞാൻ കുതിക്കുന്നത്. കളക്ടർ തന്നെ കുളത്തിനകത്ത് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത കുളം തുടങ്ങിയപ്പോൾ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാവരും ജനപ്രതിനിധികൾ ജനങ്ങൾ എല്ലാവരും കുളത്തിൽ ആഗ്രഹമായിട്ട് വന്ന് അവർ ചെയ്യുമ്പോൾ അത് ഒരു വലിയൊരു മൂവ്മെന്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ സാധിച്ച് നമ്മൾ അത് കൂടാതെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഓരോ ഓർഗനൈസേഷൻസ് യൂത്ത് ഓർഗനൈസേഷൻസ് സാർ ഞങ്ങൾ 2 കുളം ചെയ്തു, ഞങ്ങൾ 3 കുളം ചെയ്തു, ഞങ്ങൾ കോളേജ് ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു മൂവ്മെന്റ് ആയിട്ട് മാറ്റിയ ഒരു സംഭവമായിരുന്നു എന്റെ കുളം എറണാകുളം. അതുപോലെ അൻപോട് കൊച്ചി അത് കഴിഞ്ഞിട്ട് വിവിധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്റെ കുളം എറണാകുളം ഏകദേശം ഒരു 3 മാസം കൊണ്ട് 54 പോയിന്റ് നമുക്ക് ചെയ്യാൻ സാധിച്ചു. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 10 പേര് അത് ഒരു കുളം തുടങ്ങിയത് അവസാന നാളുകളിലേക്ക് 10-20 കുളം അറ്റ് എ ടൈം ചെയ്യുന്ന രീതിക്കുള്ള ഒരു തിരക്കുണ്ടായിരുന്നു. കളക്ടർ തന്നെ വന്ന് കുളത്തിൽ ഇറങ്ങുന്നുണ്ടെന്ന് പറയുമ്പോൾ എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റും എന്റെ കുളത്ത് വന്ന് കോരണം. അതുകൊണ്ട് ഞാൻ ഒരു ഇതുകൂടെ പറഞ്ഞിട്ട് കുളം കോരി കളക്ടറിന് പോലും ഒരു പത്രം ഡബിൾ മീനിങ്ങില് പത്രത്തിൽ എഴുതിയത് പോലും ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ദാറ്റ് വാസ് എ വെരി ഇൻസ്പയറിംഗ് മൂവ്മെന്റ് ഫോർ ആൾ ദ പീപ്പിൾ. അപ്പോ എനിക്കും ഒരു ലീഡറായിട്ട് ഫ്രണ്ടിലിருந்து അവരെ നയിക്കാൻ സാധിച്ചെന്നുള്ളത് അത് വളരെ പ്രത്യേകത്തിലുള്ള വിഷയമായിരുന്നു. താങ്ക് യു സാർ. എനിക്ക് തോന്നുന്നത് ഈ സാറിന് ആ ഒരു വളരെ ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് തോന്നിയ ഒരു സ്പാർക്ക് യഥാർത്ഥത്തിൽ അത് പല സ്ഥലങ്ങളിലും അത്തരം സംരംഭങ്ങൾ തുടങ്ങാൻ ആളുകളെ പ്രേരിപ്പിച്ചു എന്നുള്ളതാണ്. അവസാനമായിട്ട് ഒന്ന് ശിവലാൽ സാറിന്റെ അടുത്ത് കൂടി പോയിട്ട് നമ്മള് വിൽ ഓപ്പൺ ഫോർ ക്വസ്റ്റ്യൻസ്. സർ, എല്ലാവരും പറയുന്ന ഒരു കാര്യം, അതായത് സാധാരണ നമ്മളൊക്കെ ഈ കൊടുക്കുന്ന സമയത്ത് കൊടുക്കുമ്പോൾ എന്തെങ്കിലും തിരിച്ച് പ്രതീക്ഷിക്കുക എന്നുള്ളത് മനുഷ്യ സഹജമാണല്ലോ. അതിനോടുള്ള സാറിന്റെ ഒരു അഭിപ്രായം എന്താണ്? അത് തെറ്റാണോ? അതല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രതീക്ഷിച്ച് കൊടുക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താണ് സാറിന്റെ ഒരു സമീപനം? Actually, there is nothing wrong in expecting something. Actually, when you give, I think there is nothing wrong in expecting something. But the important thing is, what do you expect? Do you expect something for the benefit of yourself, or do you expect something in the benefit of the society? അതാണ് അതിന്റെ വ്യത്യാസം. എക്സ്പെക്ട് ചെയ്യുന്നേക്കാളും എന്ത് എക്സ്പെക്ട് ചെയ്യുന്നതാണ്. ഞാൻ എന്തെങ്കിലും കൊടുത്തിട്ട് എനിക്ക് എന്തെങ്കിലും വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഐ എം നോട്ട് ഇൻ എഗ്രിമെന്റ് വിത്ത് ദാറ്റ്. ബട്ട് ഇഫ് ഐ എക്സ്പെക്ട് ദ പേഴ്സൺ ടു കോൺട്രിബ്യൂട്ട് ബാക്ക് ടു ദ സൊസൈറ്റി, ഞാൻ പറഞ്ഞ പോലെ ഞങ്ങൾ കുട്ടികളെ സ്പോൺസർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേറെ പല പ്രോഗ്രാംസ് ഉണ്ട്. ഞാൻ ആ ഒരു പ്രോഗ്രാം മാത്രമേ ഇതിൽ സംസാരിച്ചിട്ടുള്ളൂ. അപ്പൊ എല്ലാ പ്രോഗ്രാമിലും ഞങ്ങൾ പറയാറുണ്ട്, see, you have to contribute back to the society. That sense of responsibility, sense of that sense of they should get the sense that they have received something, they should contribute back. So the important question is, what do you expect? Is it you expect something back to you or to the society? In our case, ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ ആ റിട്ടേൺ സൊസൈറ്റിക്ക് കൊടുക്കണമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വേറൊരു കുട്ടിയെ പഠിപ്പിക്കണമെന്ന് പറയുന്നത്. അത് കുട്ടികൾ മാത്രമല്ല, ഞങ്ങളുടെ കൂടെ ഈ പ്രോഗ്രാം മാത്രം, ഞാൻ മറ്റു പ്രോഗ്രാമിനെ പറ്റി ഒന്നും പറയുന്നില്ല, ഈ പ്രോഗ്രാമിൽ തന്നെ ഞങ്ങളുടെ കൂടെ ചേർത്തിട്ടുള്ള മറ്റൊരുപാട് ആൾക്കാരുണ്ട്. കാരണം ഈ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് കുട്ടികളെ സ്പോൺസർ ചെയ്യുന്ന 1000 ആൾക്കാരുണ്ട് പല സ്റ്റേറ്റിലായിട്ട്. അപ്പൊ അവരോട് ഞങ്ങൾ പറയാറുണ്ട്, യു മേക്ക് ഷുവർ ദാറ്റ് യു ഡോണ്ട് എക്സ്പെക്ട് എനിത്തിങ് ബാക്ക് ഫ്രം ദ ചൈൽഡ്, ബിക്കോസ് യു ആർ സ്പോൺസറിങ് സം ചൈൽഡ്, യു നോ ദ ചൈൽഡ്, അവർക്ക് ആ കുട്ടിയെ അറിയാം, നേരിട്ട് കോൺടാക്ട് ഉണ്ട്. You know the child, please do not expect anything back from the child, but you make you try and inculcate a sense of responsibility towards the society in the child's mind. But adana ante vyathyasam. Expectation we should manage. We should make sure that the expectation is all about giving back to the society, giving back to the neighbor, giving back to the country. I think that is the important thing. താങ്ക് യു സോ മച്ച് സർ. അതായത് തിരിച്ച് എക്സ്പെക്ട് ചെയ്യുന്നതിൽ പ്രശ്നമില്ല, പക്ഷെ എന്ത് എക്സ്പെക്ട് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം എന്നുള്ള സാറിന്റെ ആ വലിയൊരു മെസ്സേജോട് കൂടി നമുക്ക് നമ്മുടെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ, സമയ പരിമിതി ഉണ്ട്, അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് പറ്റാവുന്ന ചോദ്യങ്ങൾ എടുക്കാം. നമ്മുടെ MBT ടീം മെമ്പർ ആയിട്ടുള്ള ആനന്ദിനെ സ്വാഗതം ചെയ്യുന്നു ഈ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഒന്ന് കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി. താങ്ക് യു സൈഫ്. വളരെ രസകരമായ രീതിയിൽ ചർച്ച മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശുക്ലാൽ സാറും രാജമാണിക്യം സാറും രണ്ടുപേരും രണ്ട് ആംഗിളിൽ നമുക്ക് ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ ആക്ട് ഓഫ് ഗിവിങ്ങിനെ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കൊരു നിൽക്കാതെ പോകാം, തുടർന്നുകൊണ്ട് പോകാം, ഒരാളിൽ നിന്ന് പോകാതെ ഇതിലേക്ക് കൊണ്ടുപോകാം എന്നുള്ളത് നമുക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പൊ നമുക്ക് എനിക്ക് വേണ്ട ആദ്യത്തെ ക്വസ്റ്റ്യൻ എടുക്കാവുന്നത്, ആൻ SPC കേഡറ്റ് ആണ്, ഗവൺമെന്റ് ഹൈസ്കൂൾ പട്ടം. ആൻ ഉണ്ട് ഓൺലൈനില്?
ഹലോ, കേൾക്കാമോ? കേൾക്കാം. ചോദിച്ചോളൂ. ആരോടാണ് ചോദിക്കുന്നത്? സർ, ഞാൻ ആൻ തിരുവനന്തപുരത്തെ പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് സ്കൂളിൽ നിന്നാണ്. SPCയിലെ സീനിയർ കേഡറ്റാണ്. ഞാൻ ചോദ്യം ചോദിക്കുന്നത് ഷിബുലാൽ സാറിനോടാണ്. പലപ്പോഴും ആൾക്കാരെ അഭിമാനബോധമാണ് സഹായങ്ങൾ സ്വീകരിക്കുന്നതിൽ നിന്നും തടുക്കുന്നത്. മറ്റുള്ളവരുടെ അഭിമാനബോധത്തെ മുറിപ്പെടുത്താതെ എങ്ങനെയാണ് അവരെ സഹായിക്കുന്നത്? So, ഇതൊരു സ്ലൈറ്റ്ലി ഡിഫിക്കൽട്ട് പ്രോബ്ലം ആണ്. ഞങ്ങൾ അതിനെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത് മെറിറ്റ് ബേസ്ഡ് ആണ്. അപ്പൊ ഞങ്ങൾ സ്കോളർഷിപ്പ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഒരു വർഷം ഓൾമോസ്റ്റ് 30,000 ആപ്ലിക്കേഷൻ കിട്ടും. അതിൽ നിന്നാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ അതിൽ നിന്ന് സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും മെറിറ്റ് ഉള്ള കുട്ടികളെ ഞങ്ങൾ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങളുടെ കുട്ടികളോട് പറയാറുള്ളത്, we are doing something for you, but it is based on merit. It is based on what you have earned. You have done extremely well in exams. You have studied very hard. You got admission in a very good college. So based on that, we are, supporting you. So we make sure that the message is conveyed that merit is the criteria. Merit is what gave them that opportunity, right? Not charity. Merit is what gave them the opportunity. That's a very clear message we give to the child. ഞങ്ങളുടെ സ്പോൺസേഴ്സിനോട് ഞങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് പറയാനുണ്ട്. ഞങ്ങളുടെ കുട്ടികളോട് അപ്പൊ അവര് ഒരുപാട് സ്പോൺസേഴ്സ് ഉണ്ട്. അപ്പൊ അവർ ഒരുപാട് കുട്ടികളുമായിട്ട് ഡീൽ ചെയ്യും. കാരണം ഓരോ സ്പോൺസറും ഒരുപാട് കുട്ടികളെ സ്പോൺസർ ചെയ്താണോ അവരുമായിട്ട് ഒരു കണ്ടിന്യൂസ് എൻഗേജ്മെന്റ് ഉണ്ട്. അപ്പൊ ഞങ്ങൾക്ക് വളരെ സ്ട്രിക്റ്റ് ഗൈഡ് ലൈൻസ് ഉണ്ട്. എങ്ങനെ നമ്മൾ പ്രസന്റ് ചെയ്യണം, എങ്ങനെ നമ്മൾ അത് ആ മീനിങ് കൺവേ ചെയ്യണം എന്നുള്ളതിന് വളരെ ക്ലിയർ ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് ഞങ്ങൾ സാധാരണ കൊടുക്കാറുണ്ട്. ഒരിക്കലും നമ്മൾ കൊടുക്കുന്ന സമയത്ത് മറ്റേ ആളുടെ സെൽഫ് കോൺഫിഡൻസിനെയോ അല്ലെങ്കിൽ സെൽഫ് വർത്തിനെയോ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഒന്നും ചെയ്യാൻ പാടില്ല. ചെയ്ത് കഴിയുമ്പോഴാണ് ഈ കുഴപ്പം വരുന്നത്. കൂടാതെ ഞങ്ങളുടെ കേസിൽ ഞങ്ങൾ കൊടുക്കുന്ന കുട്ടികൾ they earned it. They are extremely good children. So they have earned it. And ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം we are doing it with a sense of responsibility. So these two together, merit and sense of responsibility together, ഞങ്ങൾ സാധാരണ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടാറില്ല. താങ്ക് യു സർ. അടുത്ത ചോദ്യം കിഷോർ, ORC ട്രെയിനറാണ് പാലക്കാട് നിന്ന്. കിഷോർ ഓൺലൈൻ ഉണ്ടോ? കിഷോർ കേൾക്കുന്നുണ്ടോ? കിഷോർ കിഷോർ ഓൺലൈൻ ഇല്ലാന്ന് തോന്നുന്നു. കിഷോറിന്റെ ചോദ്യം നമുക്ക് കിട്ടിയിരിക്കുന്നത് രാജമാണിക്യ സാറിനോടാണ്. സാർ കേൾക്കാമോ? സാർ കേൾക്കുന്നുണ്ട്. സാർ കിഷോർ ORC ട്രെയിനറാണ് പാലക്കാട് നിന്ന്. കിഷോർ സാറിനോട് ചോദിച്ചിരിക്കുന്നത്, ഒരു ഭരണകൂടത്തിന്റെ എൻറ്റയർ മെഷീനറി സാറിന്റെ കീഴിൽ ഉണ്ടായിരുന്നപ്പോഴാണ് സാർ അൻപത് കൊച്ചി പോലൊരു പൊതുജന സംഘടന ഉണ്ടാക്കിയതും ചെന്നൈയിലെ വെള്ളപ്പൊക്കത്തിൽ ഹെൽപ്പ് അറേഞ്ച് ചെയ്തതെല്ലാം സാർ ആ സമയത്താണ്. അപ്പൊ ഇതിന്റെ അർത്ഥം നമുക്ക് മീനിങ് ഫുൾ ആയിട്ടുള്ള സോഷ്യൽ ഇന്റർവെൻഷന് നമ്മുടെ നിലവിലുള്ള ഗവൺമെന്റ് സിസ്റ്റം മതിയാകുന്നില്ല എന്നാണോ കിഷോർ ചോദിച്ചിരിക്കുന്നത്? ഓക്കെ, ക്രിട്ടിക്കൽ ചോദ്യമാണ്. പക്ഷേ സത്യമായിട്ട് പറയണമെങ്കിൽ ടു ബി വെരി ഫ്രാങ്ക്, ഗവൺമെന്റോടെ സിസ്റ്റം മതിയാവില്ല എന്ന് പറയത്തില്ല ഞാൻ. ഗവൺമെന്റ് സിസ്റ്റം പക്കാ പെർഫെക്റ്റ് ആണ്. പക്ഷേ അത് ഇപ്പൊ നിലവിലെ ഉള്ള സിസ്റ്റം അനുസരിച്ച് നമ്മൾ ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനുള്ള ഡിലേ ഉണ്ട്. അത് നമ്മൾ സംബന്ധിച്ച് അതാണ് സമൂഹത്തിൽ ചട്ടക്കൂട്ടിൽ പറയുന്ന റെഡ് ടേപ്പീസ് എന്ന് പറയുന്ന ഒരു ഡിലേ ഉണ്ട്. അത് നമ്മൾ സംബന്ധിച്ച് ബിക്കോസ് അത് വേറെ ഒരു ആംഗിളിലേക്കാണ് അത് വരുന്നത്. ഉദാഹരണത്തിന് ഒരു പാവപ്പെട്ട ഒരാൾ നമ്മൾ കാണുമ്പോൾ നമ്മളെ കൊണ്ട് സിസ്റ്റത്തിൽ സഹായിക്കാൻ പറ്റണമെങ്കിൽ അവന് വില്ലേജ് ഓഫീസിലേക്ക് കയറി, പഞ്ചായത്തിലേക്ക് കയറി, അതിലേക്ക് കയറി, ഇതിലേക്ക് കയറി ഒരു 100 രൂപ അവന് കിട്ടുന്നതിന് മുൻപ് അവന്റെ ജീവിതം നശിച്ചു പോകും. ബിക്കോസ് ഗവൺമെന്റ് എന്ന് പറയുന്നത് വലിയ ഒരു ഓർഗനൈസേഷൻ. ഇപ്പൊ എറണാകുളം എടുത്താൽ 35 ലക്ഷത്തോളമുള്ള ജനതകളുള്ള ഒരു സ്ഥലമാണ്. കളക്ടർ 35 ലക്ഷത്തിലുള്ള താഴെയുള്ള ഒരു മനുഷ്യൻ റീച്ച് ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. അവർക്ക് ഒരുപാട് കടമ്പകളുണ്ട്. അത് ഗവൺമെന്റ് ഉണ്ടാക്കിയ സിസ്റ്റമാണ്. പക്ഷേ സിസ്റ്റം എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുപോകാൻ, പക്ഷേ അതിനൊരു റെസ്പോൺസ് ടൈമിനുള്ളതുകൊണ്ട് ചില കാര്യങ്ങളിൽ അതിന് ഡിലേ ആണ്. അപ്പോ അതുകൊണ്ടാണ് നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു സോഷ്യൽ ഒരു മൂവ്മെന്റ് അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു സൊസൈറ്റിയെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് എളുപ്പം കാര്യങ്ങൾ അറിയാൻ പറ്റുക, എളുപ്പം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക എന്ന് പറയുമ്പോൾ
സ്വാഭാവികമായിട്ടും ഈ സിസ്റ്റത്തിലോട് നിന്നുകൊണ്ട് മാത്രം ചെയ്യുന്നത് ചിലപ്പോൾ ഡിലേ ആയിരിക്കും. ചില റെസ്പോൺസ് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യേണ്ടിയിരിക്കും. അപ്പൊ അതിന് ഗവൺമെന്റോട് ഒരു സിസ്റ്റത്തിലോട് കൂടി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനുള്ള ഡിലേയും കാര്യങ്ങളും ഉണ്ടാക്കും. അപ്പോൾ അത് ഇതാക്കാനായിട്ട് നമ്മൾ ഒരു സോഷ്യൽ മൂവ്മെന്റ് ഉണ്ടാക്കുമ്പോൾ ഇറ്റ്സ് ലൈക്ക് കൈൻഡ് ഓഫ് എ കമ്മ്യൂണിറ്റി ആൻഡ് പാർട്ടിസിപ്പേറ്ററി ഗവർണൻസ്. അതായത് ആർക്ക് വേണ്ടി ചെയ്യുന്നുണ്ടോ അവരെയും കൂടി നമ്മളോടൊപ്പം കൂട്ടുക, അതേ സമയത്ത് തന്നെ നമ്മൾ സിസ്റ്റത്തിൽ കൂടി അവരെയും കൂടി എംപവർ ചെയ്യുക എന്നുള്ള ഒരു രണ്ട് കൈയും ചേർന്നിട്ടുള്ള ഒരു ഒച്ചയുണ്ടാക്കുന്ന ഒരു സംഭവമാണ് ആ ഒരു കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ പറയുന്നത്. So that I can eliminate that delay in understanding the people's problem. At the same time, delivery also can be made easy. അപ്പൊ അതാണ് അതിനുള്ള ഒരു ഇതായിട്ട് വന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് ഇങ്ങനെയാണ്, ഗവൺമെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും യെസ് ഇറ്റ്സ് എ പെർഫെക്റ്റ് സിസ്റ്റം ടു ഡു സർട്ടൻ തിങ്സ്, ബട്ട് ഇമീഡിയറ്റ് ആയിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ ചില കാര്യങ്ങളിലേക്ക് നമുക്കുള്ള ഒരു തടസ്സങ്ങൾ സിസ്റ്റമിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് മറികടക്കാനായിട്ട് സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ വളരെ അത്യാവശ്യം എനിക്ക് തോന്നിയിട്ടുണ്ട്. അതാണ് അതിലുള്ള ചെയ്തത്. സർ, ഇതായിട്ട് റിലേറ്റഡ് നമ്മുടെ ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് ഡോക്ടർ രാജി ബഹ്റൈൻ ഡോക്ടർ രാജി ഒരു ക്വസ്റ്റ്യൻ ഡോക്ടർ ഓൺലൈൻ ഉണ്ടോ? ഡോക്ടർ രാജി ഓൺലൈൻ ആണോ? ഹലോ ഹലോ ഡോക്ടർ രാജമാണിക്യ സാറിനോട് ഒരു ഡോക്ടർ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്, നേരിട്ട് ചോദിക്കാം. ഹലോ ഡോക്ടർ കേൾക്കുന്നുണ്ട്, ചോദിച്ചോളൂ. Hello, can you hear me? Hello. Yeah, I can hear you, doctor. ചോദിച്ചോളൂ. Good evening, sir. It was a very impressive speech. I was overwhelmed to hear your words. But just a small question to you as to what standardized protocol do you think our education system should undertake to ensure quality of education? I'll be more precise. Where do you think it should start? This is for Shibulal, sir. Yes. So our education system is an extremely complex system. We have about 1.5 million government schools, 4.5 million teaching leaders in the government school system alone, approximately 133 million children, I think, in the school system. So if you look at the progress over the years, the gross enrollment ratio has gone up from, I think, about 33% to almost 70% currently in the school system, in the primary school and high school system. At the same time, quality is not at the desirable limits, at the desirable levels. So right now, a lot of conversations are happening, and in fact, it is very clearly reflected in the new policies which are coming out. The focus on quality on how to improve, especially the government schools, because majority of our children go to government schools. Even though there has been a drop in the enrollment over the last 2-3 years, majority of our children still goes to government schools. So clearly, the increase in quality has to happen starting with the school system and predominantly the government school system. So interestingly enough, one of the other programs which we run is called Shiksha Logam. Shiksha Logam is a leadership development program for government schools. It is about driving systemic change in government schools through leadership development. That program has been around for about 4 years now, and currently we have about 3.2 lakh school leaders enrolled onto that program. And it's a societal platform based on a digital core with a co-creation collaboration layer and a amplification layer above that. So we work in about 18 states, and our clear focus is about leadership development in the K-12, because we clearly believe that while the quantity of education, the gross enrollment ratio has substantially gone up over the last many years, the quality of education in the government schools and government schools are not up to the mark. So our focus is to drive systemic change through leadership development in the government schools, and that has been doing extremely well. As I said, we have about 3.2 lakh people enrolled in the program. For example, in Delhi, Delhi government wanted to do a school development index.
So they have used our Shiksha Logam platform to create the index. Now, interestingly enough, the Delhi government is thinking of actually publishing the index so that the parent can take an informed decision which school to go to. They have not done it yet, but they are, in my mind, they will do it. They are thinking of publishing the school development index so that when a parent wants to put a child into a government school, they can actually choose the school based on the index. And the index was created based on our Shiksha Logam platform. So to answer your question, I think there has to be a tremendous effort towards increasing the quality of education in the K-12 system, predominantly, especially in the government schools. Thank you, sir. Dr. Raji, question second part ഉണ്ട്. ഞാനത് രാജമാണിക്യ സാറിനോടായിരുന്നു ക്വസ്റ്റ്യൻ. ലൈക്ക് ഈ നമ്മള് ഇതിനകത്ത് ഈ ആക്ട് ഓഫ് ഗിവിംഗില് എങ്ങനെ ട്രാൻസ്പെറൻസി കൊണ്ടുവരാൻ പറ്റും, ട്രാൻസ്പെറൻസി പ്രത്യേകിച്ച് നമ്മൾ കോമൺ ആൾക്കാരുമായിട്ട് ഇടപെടുന്ന സമയത്ത് ട്രാൻസ്പെറൻസി എങ്ങനെ കൊണ്ടുവരാൻ എന്നുള്ളതായിരുന്നു സെക്കൻഡ് ക്വസ്റ്റ്യൻ. അതിന്റെ കൂടെ തന്നെ നമുക്ക് സൂമിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അശ്വതി PR-ന്റേത്. അതായത് അശ്വതി ചോദിച്ചേക്കുന്നത് നമ്മൾ ഒരു കൈ കൊടുക്കുന്നത് മറ്റേ കൈ അറിയരുത് എന്നുള്ളതാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ കാണുന്നത് പബ്ലിസൈസ്ഡ് ആയിട്ടുള്ള കൊടുക്കുന്ന ആക്ടിനെ പബ്ലിസൈസ്, ഇതിന്റെ പോസിറ്റീവ് സൈഡ് എന്താണ്, ഇതിന്റെ നെഗറ്റീവ് സൈഡ് എന്താണെന്നുള്ളതാണ് അശ്വതിയുടെ ചോദ്യം. പ്രോബ്ലം എനിക്ക് തോന്നുന്നു ഈ രണ്ട് ക്വസ്റ്റിനും ഏതാണ്ട് ഒരേ ലെവലിൽ വരുന്ന ഇതായതുകൊണ്ടാണ് ഞാൻ ഒരുമിച്ചാക്കി സാറിനോട് ചോദിക്കുന്നത്. രാജമാണിക്യം സാറ് ഒന്ന് കമന്റ് ചെയ്യാമോ ഈ ക്വസ്റ്റിന്? ഇറ്റ്സ് ഗുഡ്. ആക്ച്വലി സത്യമാണ്, നമ്മൾ പണ്ട് പഠിപ്പിച്ചിട്ടുള്ളത് ഇതാണ്, നമ്മൾ ഇടങ്കൈ കൊടുക്കുന്ന വളങ്കൈ കൊടുക്കുന്നത് ഇടങ്കൈ അറിയാൻ പാടില്ല എന്നുള്ളതായിരുന്നു നമ്മൾ പഠിച്ചത്. ശരിയാണ്. ബട്ട് ദാറ്റ് ഇസ് ലിറ്ററൽ മീനിങ്ങേക്കാളും നമ്മൾ അതിൽ പ്രധാനമായിട്ട് എടുക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാല്, നമ്മൾ കൊടുക്കുകയാണ്. ഞങ്ങൾ ആദ്യം വിജയൻ സാർ പറഞ്ഞത് തന്നെ പറയാം, കൊടുക്കുക എന്നുള്ള ഔദാര്യത്തോടു കൂടിയ അഹങ്കാരത്തോടു കൂടി അല്ല നമ്മൾ കൊടുക്കുക എന്നുള്ള ചിന്തയാണ്. പക്ഷേ today's world is something different. Today's exposure is something different to the youths or whoever it is. ഇന്ന് ഉദാഹരണം പറഞ്ഞാല്, ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. there is always a positive and negative side for every activities. ഇപ്പോ ഒരു വളരെ പാവപ്പെട്ട ഒരു നമ്മുടെ നാട്ടിലെ കുറെ ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കുന്ന സംരംഭമുണ്ട്. അതുപോലെ തന്നെ എനി ഡിസീസ് വന്നെന്ന് പറഞ്ഞിട്ട് സർജറിക്കോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളതുണ്ട്. ഇപ്പോ സേ ഫോർ എക്സാമ്പിൾ ഇൻഡിവിജ്വലി ഇപ്പൊ എന്റെ ശ്രദ്ധയിൽ വരുമ്പോൾ ഞാൻ ഒരു കാണുന്നുണ്ട്, കാണുന്ന ഒരാള് എന്നെ കൊണ്ട് ചെയ്യുന്നത് സേ ഫോർ എക്സാമ്പിൾ ഒരു 1000 രൂപ അല്ല 5000 രൂപ 10000 രൂപ ഞാൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു സർജറിക്ക് വേണ്ടിയത് 1.5 ലക്ഷം വിചാരിക്കുക, ഒരാളെ കൊണ്ട് പറ്റത്തില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം ആ സമയത്തുള്ള അതിനെക്കുറിച്ചിട്ടുള്ള ആ പോയിന്റും അതിനെ കൊടുക്കുന്ന ആളോടെ ഒരു പബ്ലിസിറ്റിനുള്ള ആംഗിൾ അല്ല, ദാറ്റ് ഇറ്റ് ഹാസ് ടു ഇൻസ്പയർ അതേഴ്സ്. യെസ്, ഇങ്ങനെ കൊടുക്കുന്നത് നല്ലതാണെന്നുള്ള ഒരു ആംഗിൾ അതിൽ വളരെ അത്യാവശ്യമാണ്. ഇപ്പൊ ഞാൻ കൊടുക്കുന്നത് അറിയാതെ കൊടുക്കാനുള്ള സത്യമാണ്, അത് എനിക്കാണ്, ആസ് എ പേഴ്സണൽ ആണ്. ഞാൻ കൊടുക്കുന്നുള്ളത് എനിക്ക് അഹങ്കാരമായിട്ട് എന്റെ മനസ്സിൽ കയറരുത്. പക്ഷെ അറ്റ് ദ സെയിം ടൈം കൊടുക്കുന്ന കാര്യം ജനങ്ങൾ മറ്റവരും അറിയുമ്പോൾ ഒരുമിച്ച് കൊടുക്കുമ്പോൾ അത് ഇസ് ലൈക്ക് ഇറ്റ് റീച്ചസ് ടു ദ ലെവൽ. അപ്പൊ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ ഏതൊരു വിഷയവും നമ്മൾ ചെയ്യുമ്പോൾ പബ്ലിസിറ്റി ഫോർ ദ സേക്ക് ഓഫ് പബ്ലിസിറ്റി ഇസ് ഡിഫറെന്റ്. ബട്ട് അറ്റ് ദ സെയിം ടൈം പ്രൊമോട്ടിംഗ് സർട്ടൻ ആക്ടിവിറ്റീസ്, അത് കാണുമ്പോൾ ഇൻസ്പയർ ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. സോ ആംഗിളിലേക്ക് അത് നല്ലതാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം നെഗറ്റിവിറ്റി ഞാൻ പറഞ്ഞതുപോലെ വളങ്കൈ കൊടുക്കുന്നത് ഇടങ്കൈ അറിയാൻ പാടില്ല എന്നുള്ളത് എനിക്ക് ഇൻഡിവിജ്വൽ ആയിട്ടാണ്. ഞാൻ കൊടുത്തു കഴിഞ്ഞാലും ഐ ഷുഡ് നോട്ട് തിങ്ക് യെസ് ഐ ഹാവ് ഗിവൺ എന്നുള്ളത്. അത് എനിക്ക് ദൈവം കൊടുത്ത ഒരു അവസരമാണ്. അത് ഞാൻ ആക്ച്വലി കൊടുത്തതിന് വേണ്ടി എനിക്ക് ദൈവത്തിനോട് ഞാനാണ് നന്ദി പറയേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു അഹങ്കാരം പാടില്ല എന്നുള്ളതാണ് അതിനുള്ള അർത്ഥം. പക്ഷെ അറ്റ് ദ സെയിം ടൈം പ്രൊമോഷൻ വളരെ അത്യാവശ്യമാണ് ടു റീച്ച് സെർട്ടൻ ലെവലിലുള്ളതാണ്. പിന്നെ സെക്കൻഡ് പാർട്ട് ഓഫ് ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റൻ അബൌട്ട് ദ ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത്, എവിടെയാണ് ജനങ്ങൾക്കോ അല്ലെങ്കിൽ ആൾക്കാർക്കോ സംശയം വരുന്നത് വെച്ചാല്, ഒരു പൈസ വരുന്നുണ്ട്, വാങ്ങുന്ന പൈസ എന്ത് ചെയ്യുന്നുണ്ടെന്ന് ആൾക്കാർക്ക് അറിയുന്നില്ല, അല്ലെങ്കിൽ ചെയ്തതിന്റെ ഒരു കണക്കില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഒരു വീട് പണിയാനായിട്ട് നമുക്ക് 5 ലക്ഷം വേണമെങ്കിൽ 5 വന്നോ 50 വന്നോ ആർക്കും അറിയത്തില്ല. ബിക്കോസ് കൊടുക്കുന്നവന് കൊടുക്കും, അറിയത്തില്ല. അപ്പോ there should always be a system. Any organization or anybody who is doing, there should always be a system. അൻപോട് കൊച്ചി ഞങ്ങൾ തുടങ്ങിയപ്പോൾ ഇന്ന് വരെ അത് ഫോളോ ചെയ്യുന്നുമുണ്ട്. വി നെവർ റിസീവ്ഡ് എനി സിംഗിൾ മണി, ബിക്കോസ് അൻപോട് കൊച്ചിക്ക് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം മാത്രമേ ഉള്ളൂ എന്നുള്ളത്. അപ്പുറം ഇറ്റ്സ് നോട്ട് രജിസ്റ്റേർഡ് ഓർഗനൈസേഷൻ, വി ഡോണ്ട് ഹാവ് എനി ബാങ്ക് അക്കൗണ്ട്, വി ഡോണ്ട് റിസീവ് എനി മണി, ഒന്നും ചെയ്യത്തില്ല. ഇറ്റ് ഇസ് ലൈക്ക് സിംപ്ലി ഇന്റർമീഡിയറീസ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു കണക്ട്സ് പീപ്പിൾ. ഒരു ആൾക്കാർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ആൾക്കാരെ കണക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഐ ആം ഡൂയിങ് ടു സംബഡി എൽസ് ഡയറക്ട്ലി ഇൻ ദ ത്രൂ അൻപോട് കൊച്ചി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് അത് എൻഷൂർ ചെയ്യാൻ പറ്റും.
It depends upon the organization need ഇത് അനുസരിച്ചാണ് അങ്ങനെ എൻഷൂർ ചെയ്യാൻ പറ്റും. പക്ഷേ what we initially thought is that like we should not deal any money actually. എന്തെങ്കിലും ആർക്കെങ്കിലും സഹായം ചെയ്യണമെങ്കിൽ we only connect, whether it is a small help or a bigger social movement, that only connect people or procure kind of a materials rather than getting a money. അങ്ങനെയാണ് ഞങ്ങളുടെ ട്രാൻസ്പെറൻസി. once end of it that we will completely post whatever ഫേസ്ബുക്കിലേക്ക് ഇവർ ഇന്ന ചെയ്തത് ഒരു കുണ്ടൂസി വന്നിട്ടുണ്ടെങ്കിൽ പോലും അതുപോലെ നമ്മൾ ഇതാണ് ചെയ്ത് ഇത് വന്നിട്ടുണ്ടെന്നുള്ള കാര്യം ആൾക്കാരെ അറിയിക്കാൻ, because ഇന്നത്തെ social media is very very powerful. So through social media only you are getting a lot of this one. So inform them back what you have done. So that will inspire the confidence and invite more people to do it. താങ്ക് യു സർ. അതൊരു വളരെ കോംപ്രിഹെൻസീവ്, വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു ആൻസർ ആയിരുന്നു സർ. എന്നാൽ എനിക്കാണ് അടുത്തത് നിസി മാത്യു, ഓർസി ട്രെയിൻഡ് ആണ് കാസർഗോഡ് നിന്ന്. ശിവലാൽ സാറിനോടാണ് ക്വസ്റ്റ്യൻ. നിസി ഓൺലൈൻ ഉണ്ടോ? നിസി മാത്യു. നിസി മാത്യു നിസി മാത്യുവിനെ ഓൺലൈൻ കാണുന്നില്ല. നിസി മാത്യുവിന്റെ ചോദിച്ചിരുന്ന ചോദ്യം ശിവലാൽ സാറിനോടാണ്. ഏറ്റവും ദാനശീലനായ ഒരു വ്യക്തിയിലും ഒരു എലമെന്റ് ഓഫ് സെൽഫിഷ്നെസ്, സ്വാർത്ഥതയുടെ ഉണ്ടാകുമെന്ന് സാറിന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്നാണ് നിസി മാത്യു ചോദിച്ചിരിക്കുന്നത്. ശിവലാൽ സാറിനോടാണ്. Right. So I think selfishness, mixing up selfishness and giving is not a good idea in my mind. Again, my answer can be a little controversial. I think again it's a matter of what is that selfishness is about. Right? If the selfishness is about getting glory, getting exposure, getting name put in the media, that's a one kind of selfishness. If it is about actually, for example, when I look at India, as I said, it's a country of contradictions, and we are a very young country, right? We have a huge number of young people in the country. They are all well informed, high aspiration, high ambition, but most of them lack the tools. They lack the tools, they lack the resources, they lack the knowledge to build a better life. They really lack that, lack all of these things. So if we cannot support them, if we cannot give them the tools and the resources and the knowledge, then it will impact our social fabric. Our social fabric, it will tear it. It will create, already it's happening because the distance between the haves and the have-nots. So our social fabric will start coming under tremendous stress, and it will impact our quality of life. It will increase the crime rates. It will reduce safety for us. So in that sense, I do have a selfish motive, saying that at least what we do will make sure that the coming generations are better off, definitely including my own children. So I should say, again, it's important to realize what the selfishness is about. If it is about a personal glory and personal exposure, personal stuff, I think that's a very, very bad idea. But if that selfishness and is about betterment of the society, if it's about an aspiration for a better society, a safe society, then it's not a bad idea. വളരെ 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 വാലിഡ് ആയിട്ട് ഒരു ആൻസർ ആണ് സാർ തന്നിരിക്കുന്നത്. അതിന്റെ ഒരു സോഷ്യൽ ആസ്പെക്ട്, എത്തിക്കൽ ആസ്പെക്ടും സാർ അതിനകത്ത് കവർ ചെയ്തിട്ടുണ്ട്. എനിക്കാണ് നമ്മുടെ സമയം തീരുകയാണ്. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ എടുക്കാം. കരുണ SPC സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ആണ്, പട്ടം സെയിന്റ് മേരീസ് ഹൈസ്കൂളിൽ. കരുണ ഓൺലൈൻ ഉണ്ടോ? ഉണ്ട് സർ. കരുണ ചോദിക്കൂ. നമസ്കാരം, എന്റെ പേര് ആരോടാണ് ചോദിക്കുന്നത്? നമസ്കാരം, എന്റെ പേര് കരുണ SV. ഞാൻ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയും സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ സീനിയർ കേഡറ്റുമാണ്. എനിക്ക് ചോദിക്കാനുള്ളത് രാജമാണിക്യം സാറിനോടാണ്. സർ നമസ്കാരം. ഇന്നത്തെ ചെറുപ്പക്കാരെ അവരുടെ ലോകത്തിൽ നിന്ന് പുറത്തേക്ക് വരുവാനും
സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും എങ്ങനെ പ്രേരിപ്പിക്കാം എന്നതാണ് എങ്ങനെ പ്രേരിപ്പിക്കാൻ കഴിയും എന്ന് സാറിന് എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്? വെരി ആപ്റ്റ് ക്വസ്റ്റ്യൻ അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം. ശരിക്കും പറഞ്ഞാല് വീട്ടിലുള്ള കുട്ടികളെ പോലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് എപ്പോഴും മൊബൈൽ വെച്ചുകൊണ്ടാണ് എന്റെ മക്കൾ നടക്കുന്നത് ഇപ്പോ. അപ്പോ ഇറ്റ്സ് റിയലി ട്രൂ ബിക്കോസ് ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് നവഡേയ്സ്. പണ്ടപ്പോഴും അല്ല, അപ്പോ അങ്ങനത്തെ ഒരു ഉണ്ട്. പക്ഷെ ആ സാഹചര്യത്തിൽ സൊസൈറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ കുടുംബം എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിപ്പോയി. ഇന്ന് അച്ഛനമ്മ തമ്മിൽ തന്നെ ഒരു സംസാരമില്ല. മൊബൈലിലെ വാട്സാപ്പിലേക്ക് ഹാപ്പി ബർത്ത്ഡേ വീട്ടിനകത്ത് തന്നെ പറയാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു കുടുംബമായിട്ട് ചുരുങ്ങിപ്പോയ ഒരു കാലഘട്ടമാണ്. പക്ഷെ എന്നാൽ പോലും ഐ സെഡ് ആസ് എ ജനറൽ നേച്ചർ ഓഫ് ദ ഹ്യൂമൻ ബീങ്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ മനുഷ്യൻ നന്മയുള്ളവനാണ്. എല്ലാവരും നന്മയുള്ള മനുഷ്യനാണ്. അപ്പോ അങ്ങനെയുള്ള നന്മയുള്ള മനുഷ്യരെ നമ്മൾ ഒരുമിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യം. അതില് എസ്പെഷ്യലി യൂത്ത് ടുഡേ ഇന്നത്തെ യൂത്ത്സിനെ കുറിച്ച് ഒരുപാട് നെഗറ്റീവും പരാതിയും പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടെങ്കിൽ പോലും, ഇപ്പൊ ഞാൻ തന്നെ പറഞ്ഞതുണ്ടല്ലോ, മൊബൈൽ കാണുന്നുണ്ട് മറ്റതുണ്ടെന്ന് പറഞ്ഞത് എന്നെങ്കിൽ പോലും, ബട്ട് ടുഡേ ദ യൂത്ത്സ് ആർ മോർ അവെയർ, മോർ എനർജറ്റിക്, മോർ കൈൻഡ് ഓഫ് സോഷ്യലി ഓറിയന്റഡ് ദാൻ എനിബഡി എൽസ് ടുഡേ. അത് നമ്മൾ കുറെ ഒരുപാട് ഞാൻ പറഞ്ഞതുപോലെ കുറെ കാര്യങ്ങൾ നടത്തുമ്പോൾ നേരിട്ട ഒരു അനുഭവം കൂടിയാണ്. ഐ സെഡ് പ്രേരിപ്പിക്കാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ മുൻമാതിരിയായിട്ടിരുന്ന് യു ലീഡ് ഫ്രം ദ ഫ്രണ്ട് എന്നുള്ളതാണ് എന്റെ എപ്പോഴും ഉള്ള ഒരു കാര്യം. ഉദാഹരണം ഞാൻ ആദ്യം പറഞ്ഞ അൻപത് കൊച്ചിയുടെ കാര്യം തന്നെ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. അതായത് ചെന്നൈ ഫ്ലഡ് നമ്മൾ ആരെയും വിളിച്ചിട്ടൊന്നുമില്ല, 9 പേര് തുടങ്ങിയപ്പോൾ 2000 പേര് ഇങ്ങനെ വന്ന് നമ്മുടെ പ്രവർത്തനം കാണുമ്പോൾ അവർ തോന്നുന്നുണ്ട് യെസ് ജെന്യൂൻ ആണ്, നമുക്കും ഇവരോട് കൂടി സഹായിക്കാൻ പറ്റുന്നുള്ള നാച്ചുറലി ഒരു യൂത്ത്സുടെ മനസ്സിലുള്ള ആ ഒരു ഇൻസ്പിറേഷൻ ആണ് അവരെ കൊണ്ടുവന്നത് 2000 പേര്. ഇത് തീർന്നപ്പോൾ അവരെ കൊണ്ട് തന്നെ നമ്മൾ കുളം വൃത്തിയാക്കുക എന്നുള്ള ഒരു പ്രവൃത്തി ചെയ്തപ്പോൾ അത് കണ്ടിട്ട് കുറെ ആൾക്കാർ വരുന്നുണ്ട്. ഇത് തീർന്നപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് ആക്ച്വലി എറണാകുളം സ്ലമ്മുകളിലേക്ക് മുത്തേ പൊണ്ണേ എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി നടത്തിയായിരുന്നു. ഈ പരിപാടിയിലേക്ക് അതുപോലെ ആ സ്ലമ്മിലേക്ക് പഠിപ്പിക്കാനായിട്ട് വന്ന കുട്ടികൾ ഇങ്ങനെ ഒരു കാര്യങ്ങളും ഇൻസ്പയർ ചെയ്ത്, ബിക്കോസ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് അവർ മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും നന്മ ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നന്മയുള്ള മനുഷ്യരാണ്, നന്മയുള്ള യൂത്ത്സ് ആണ്, എല്ലാവർക്കും നന്മ ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ അതിനൊരു പ്ലാറ്റ്ഫോമും അതിനൊരു സ്പാർക്കാണ്. അതായത് ഇതെല്ലാം എനർജറ്റിക് യൂത്ത് ആണ്, ബട്ട് ദേ നീഡ് എ സ്പാർക്ക്. അതിലെയാണ് ദ റോൾ ഓഫ് ഐ ഓൾവേസ് അഡ്മയർ വിജയൻ സാർ ഫോർ ദാറ്റ്. ആക്ച്വലി ഈ SPC കാഡറ്റ് ആണ്, എത്ര മനോഹരമായ ഒരു സംഭവമാണ്. ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ തിങ്. ടുഡേ SPC മേ ബി സീൻ as a very വൺ ഓഫ് ദ സിസ്റ്റം ഓർ ഓർഗനൈസേഷൻ പോലെ തോന്നും. പക്ഷേ ഇറ്റ്സ് എ വെരി വെരി ഗ്രേറ്റ് തിങ് ആസ് ഫാർ as കേരള is concerned. ഞാൻ എടുത്തിട്ട് NCC എന്നുള്ള കാര്യത്തിന് ഒരു വേറെ ആംഗിളാണ്. ഐ വാസ് ഓൾസോ NCC കാഡറ്റ്, ബട്ട് അതിന് ഒരു SPC എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന ബിക്കോസ് ദാറ്റ് ഇസ് എ സ്പാർക്ക്. ഒരുപാട് ഇവർ പറയുന്ന ആനന്ദാവട്ടെ, സൈഫ് ആവട്ടെ, ഒരുപാട് ആൾക്കാർ ഈ NBT ആയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ആരാണ്? ഈ സമൂഹത്തിൽ വിവിധ ഭാഗങ്ങളിൽ വിവിധ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. വൈ ദേ ആർ കമ്മിങ് ആസ് എ പ്ലാറ്റ്ഫോം? ബിക്കോസ് ഇറ്റ്സ് എ സ്പാർക്ക് ടു ഇൻസ്പയർ ദ സൊസൈറ്റി, ടു ഗിവ് ദ കമ്മിറ്റ്മെന്റ് ടു ദ സൊസൈറ്റി. അപ്പോ ഒരു ആൾക്കാരെ ഇൻസ്പയർ ചെയ്യണം, അല്ല കമ്മിറ്റ്മെന്റ് നമ്മൾ അവരെ കൊണ്ട് പ്രേരിപ്പിക്കണം, ഒരു സാമൂഹിക പ്രതിബദ്ധത ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇസ് നോട്ട് സംബഡി എൽസ് ക്യാൻ ഫീഡ് ആക്ച്വലി, ബട്ട് നമ്മളുടെ പ്രവർത്തനം കൊണ്ട് ഇൻസ്പയർ ആകുന്ന ഒരുപാട്, ബിക്കോസ് നമുക്ക് അകത്ത് തന്നെ അത് നാച്ചുറൽ ഇംബൈബ്ഡ് ആണ്. അപ്പൊ ഇതിനെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ വരും. And today's youth, see, right from the Vivekananda, take as recent as APJ Abdul Kalam. Why they are, always, went behind the youth? Because നമ്മൾ സമൂഹത്തിൽ എന്തെങ്കിലും അടുത്ത തലമുറയ്ക്ക് നന്മകൾ ഉണ്ടാക്കണമെങ്കിൽ ഇന്നത്തെ വളരുന്ന തലമുറയെ നന്നാക്കി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതിനെ ഇൻസ്പയർ ചെയ്യാനായിട്ട് ആണ് ഇന്നത്തെ ഇത്ര കാര്യങ്ങൾ ചെയ്യുന്നത്. അതിന് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഇറ്റ് ഇസ് നോട്ട് ദ ലീഡ് ഫ്രം ദ ബാക്ക്, ലീഡ് ഫ്രം ദ ഫ്രണ്ട്, ഇൻസ്പയർ ദം, ടേക്ക് ദം അലോങ്. അതാണ് ഒരു യൂത്തിനെ സോഷ്യൽ കമ്മിറ്റ്മെന്റോടുകൂടി പ്രേരിപ്പിക്കാൻ പറ്റുന്ന സാധനം എന്നാണ് എന്റെ ഒരു സാർ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. നമുക്ക് ഈ പറഞ്ഞ പോലെ കേരളത്തിന്റെ പല ഭാഗത്തു നിന്ന് മാത്രമല്ല, ഇന്ത്യയുടെ പുറത്തുനിന്ന് പോലും ഇപ്പൊ ഡോക്ടർ രാജിയുടെ ക്വസ്റ്റ്യൻ വന്ന ബഹ്റൈനിൽ നിന്നാണ്. പല ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, ഇനിയും ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് സമയമില്ല. ഇത്രയും രണ്ടുപേരും തിരക്കുള്ള ആൾക്കാരാണ്. അവരുടെ തിരക്കിനിടയിൽ നിന്നാണ് ഇത്രയും സമയം നമുക്ക് വേണ്ടി മാറ്റി വെച്ചത്. എനിക്ക് വേണം നമ്മുടെ ഇത് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി. നമ്മുടെ MBTയുടെ തന്നെ ലീഡറായിട്ടുള്ള നന്മയുടെ സെക്രട്ടറി ആയ ചാർട്ടേഡ് അക്കൗണ്ടന്റ് കൂടിയായ രഞ്ജിത്ത് വാര്യരെ വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുകയാണ്. രഞ്ജിത്ത് ഓൺലൈൻ ഉണ്ടോ? രഞ്ജിത്ത് ഉണ്ട് ആനന്ദ്. താങ്ക് യു ആനന്ദ്. വെരി ഗുഡ് ഈവനിങ് ടു ഓൾ ഓഫ് യു.
Satyam Barnal, I am a little nervous, if I might say. I'm too hyped at the same time. I'm yet very excited and inspired after the session, the very powerful session, if I may call. നമ്മളെല്ലാവരെയും നമ്മുടെ സീറ്റിൽ നിന്ന് അനങ്ങാണ്ട് ഇരുത്തിച്ചു കളഞ്ഞു രണ്ടുപേരെന്ന് പറയാം, വിജയൻ സാർ അടക്കം 3 പേര്. When we say that നമ്മളെല്ലാവരും സ്കൂൾ സമയത്തോ കോളേജ് സമയത്തോ we are used to this saying which says charity begins at home, and hence it is like the debatable answer that Shibu sir പറഞ്ഞതുപോലെ, how many of us are taught to do charity or to be a good giver at our schools or colleges? That is one of those takeaways that I will take personally from today's session from both of them. Like how it rightly goes, what goes around comes around എന്നാണല്ലോ നമ്മൾ പറയാ. കർമ്മത്തിൽ വിശ്വസിക്കുന്നുള്ളവരുടെ ഒരു തോട്ട് പ്രോസസ്സാണ്. നമ്മൾ എന്ത് കൊടുക്കുന്നുവോ അത് നമുക്ക് അതേ ലെവലിലോ അല്ലെങ്കിൽ അതിന്റെ ഇരട്ടിച്ചോ നമുക്ക്, നമ്മൾ സന്തോഷം പുറത്തു കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് സന്തോഷത്തിന്റെ രീതിയിൽ തിരിച്ചു വരിക. സമാധാനം കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ, നമ്മൾ ഗുഡ് ഫ്രണ്ട്ഷിപ്പ്, ഗുഡ് റിലേഷൻഷിപ്പ് കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ കറങ്ങി തിരിച്ച് നമ്മുടെ അടുത്ത് വരിക. സോ ദർ ഇസ് എ ലോട്ട് ഓഫ് depth when somebody says, or when the saying goes that what goes around comes around. നമ്മൾ എന്ത് കൊടുക്കുന്നുവോ അത് ഇരട്ടിച്ചോ അല്ലെങ്കിൽ അതേ അളവിലോ നമുക്ക് തിരിച്ചു കിട്ടിയിരിക്കും in one form or the other. നമ്മൾ ദേഷ്യമാണോ, നമ്മൾ ആങ്കർ ആണോ കൊടുക്കുന്നത്, നമുക്ക് തീർച്ചയായിട്ടും നെഗറ്റീവ് ആയിട്ട് തന്നെ തിരിച്ചു വരും. അതുകൊണ്ട് തന്നെ വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമുക്ക്. താങ്ക് യു സോ മച്ച് ടു ബോത്ത് ഷിബു സർ ആൻഡ് MGR സർ. ഷിബു സർ നമുക്കറിയാം, apparently not a person seen very often on public media. We are very thankful first to Vijayan sir for having invited and taken that extra effort. Shibu sir ne innu nammade kude interact cheyan ഇവിടെ എത്തിച്ചതിൽ വളരെയധികം സന്തോഷം ഷിബു സർ. സർ എൻ്റെ ഒരു വാക്ക്, ഒരു ടേക്ക് അവേ ദാറ്റ് ഐ മൈറ്റ് റിപ്പീറ്റ് അഗൈൻ ഇസ് no, at the end of it, നമ്മളെല്ലാവരും ഒരു ഗിവേഴ്സ് എൻഡിൽ വന്ന് കഴിയുമ്പോൾ ഇവൻച്വലി നമ്മൾ അപ്പുറത്ത് വന്നൊരു ഗിവർ ആവണം എന്നുള്ളതാണ്. സാർ പറയുമ്പോൾ സ്റ്റുഡൻസിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് നമ്മൾ ഒരു സ്കോളർഷിപ്പ് റിസീവ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു സഹായം റിസീവ് ചെയ്യുമ്പോഴോ നമ്മൾ പഠിച്ച് ഉയർന്ന് നല്ല നിലയിൽ എത്തി, you should be seated on the other side where you are able to help people or you are able to help the then children എന്നുള്ള വളരെ വളരെ വാലിഡ് ആയിട്ടുള്ള വളരെ കുറെ ടേക്ക് അവേസ് രണ്ടുപേരുടെ ടോപ്പിക്കിൽ നിന്നും രണ്ടുപേരുടെ സ്പീച്ചിൽ നമുക്ക് കിട്ടി. വി ആർ വെരി താങ്ക്ഫുൾ ടു ബോത്ത് ഓഫ് യു. MGR sir, ഞാൻ being a കൊച്ചിക്കാരൻ myself, I am personally, let me be thankful to you for the good deeds that you have done right from Anbodu Kochi to n number of projects. Personally knowing him, or if I might say KSIDC ഇരുന്നപ്പോഴാണെങ്കിലും അതെ, അദ്ദേഹം KSRTC ഇരുന്നപ്പോഴാണെങ്കിലും അതെ, the kind of effort that he has put in, the kind of smart work, if I might say, that he has put in, നമ്മളെല്ലാവരും വായിച്ചിരിക്കും, on a personal front interact ചെയ്തിരിക്കും. Thank you so much to both of you. Shibu sir പറഞ്ഞ ഒരു one point that I might say is givers gain, കൊടുക്കുന്നവൻ gains എന്നുള്ളതാണ്. ഞാൻ before I want to wind up, let me also invite Vijayan sir ഒരു 2 ലൈൻ ഷെയർ ചെയ്യാൻ. Sir ഉണ്ടോ? Yeah, nothing more to add. The section on pleasure of giving has been really a pleasure of listening. So really well, I was really enjoying it. So thanks a lot, Shibu sir. Thanks a lot, Rajamanikam. Let us meet again. Thank you so much. Thank you, sir. So once again, before we wind up, let us make it very clear to each one of us that givers gain is the topic, or givers gain is the takeaway for the day. നമ്മുടെ അടുത്ത ആഴ്ചത്തെ ടോപ്പിക് ഇസ് ഗോയിങ് ടു ബി ജോയ് ഓഫ് ഇന്നോവേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നമ്മൾ അടുത്ത വെള്ളിയാഴ്ച ഇതേ സമയം ഇതേ പ്ലാറ്റ്ഫോമിൽ നമ്മൾ 7 PM ഷാർപ്പ് മീറ്റ് ചെയ്തിട്ടുണ്ടാവുക. എല്ലാവരുടെയും പ്രസൻസ് ഒരിക്കൽ കൂടി ഇൻവൈറ്റ് ചെയ്യുന്നു. വൺസ് അഗൈൻ എ ബിഗ് താങ്ക്സ് ടു ഷിബു സർ, ബിഗ് താങ്ക്സ് ടു MGR സർ, ബിഗ് താങ്ക്സ് ടു വിജയൻ സർ ആൻഡ് ഓൾ ദ വ്യൂവേഴ്സ്. ഇന്ന് നമുക്ക് വളരെയധികം വ്യൂവേഴ്സ്, എനിക്ക് തോന്നുന്നു നമ്മൾ ഇന്ന് റെക്കോർഡ് ഹിറ്റ് ചെയ്തിരിക്കണമെന്ന് തോന്നുന്നു ഫേസ്ബുക്കിൽ വ്യൂവേഴ്സിന്റെ. It actually shows on the kind of speakers and the kind of topic that we've chosen today. Thanks to each one of you, thanks to the viewers, thanks to all of them from SPC, from team MBT. And ഒരു വളരെ വലിയ MBT team ഉണ്ട് ഇതിന്റെ പുറകിൽ എഫേർട്ട് ഇട്ടിരിക്കുന്നവർക്ക്. Each one of them deserves a big round of applause and appreciation. So thank you. അധികം ദീർഘിക്കുന്നില്ല. See you next week, same place, same time എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. Bye. Good night.